ഇതുവരെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് സെഷനിൽ നടക്കാം. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമയമാണ്. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഈസ് ഈക്വൽ ടു മണി. പൈസ നമ്മൾ എവിടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നോ അതിന് നമുക്ക് എന്ത് കിട്ടിയിരിക്കണം? പേയ്മെന്റ് കിട്ടിയിരിക്കണം. അതാണ് ജോലി. രാവിലെ 9 മണി മുതൽ 5 മണി വരെ നിങ്ങളുടെ വിലപ്പെട്ട സമയം അവർക്ക് കൊടുക്കുന്നു. ആ സമയത്തിന് അവരെന്ത് ചെയ്യുന്നു? പേയ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തോളണം? ഇതിനകത്ത് ജോയിൻ ചെയ്തോളണം. രണ്ടാമത്തെ കാര്യം, നിർബന്ധമായിട്ടും വീഡിയോയിൽ തന്നെ പ്രസന്റ് ആയിരിക്കണം. വീഡിയോയിൽ പ്രസന്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കില്ലില്ല, ധൈര്യമില്ല, നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല, നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, കിട്ടില്ല. അപ്പം ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്ക് തിരക്ക് പിടിച്ചൊക്കെ എങ്ങനെയൊക്കെയോ വന്നു പെട്ടതായിരിക്കും. നാളെ മുതലെങ്കിലും നല്ല ബാക്ക്ഗ്രൗണ്ടിൽ എന്നിട്ട് എന്ത് ചെയ്യണം? സെഷൻ അറ്റൻഡ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ അതിന് റെഡി ആവേണ്ടതായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വീഡിയോയിൽ അറ്റൻഡ് ചെയ്യണം. ഏതെങ്കിലും സാഹചര്യത്തിൽ വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ മുൻകൂട്ടി അറിയിക്കണം. ഞാൻ ഇന്ന ഫംഗ്ഷനിലാണ്, ഇന്ന കാര്യങ്ങളിലാണെന്നുള്ളത്. ഈ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? അതല്ലേ ലൈവ് മാത്രം മതിയോ? എല്ലാവരും സംസാരിക്കണേ. ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് വേണോ, ലൈവ് മാത്രം മതിയോ? റെക്കോർഡിംഗ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? റെക്കോർഡ് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അതിനകത്ത് വെയിറ്റ് ചെയ്യും. അപ്പൊ ലൈവിൽ തന്നെ എന്ത് ചെയ്യണം? പരമാവധി അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം നമ്മൾ നിൽക്കുന്നത് ജനുവരിയിലാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആവുമ്പോഴേക്കും മെയിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്ലേസ് ആവും. ഇതാണ് ഈ ഒരു കോഴ്സ് കഴിയുമ്പോഴത്തും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന അഷുറൻസ്. ഈ ഒരു മാസം 3 മാസം കഴിയുന്നതോട് കൂടെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ജോലിയിൽ പ്ലേസ്ഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ചില ആളുകൾ പറയും എനിക്ക് ജോലി വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനെയും ചിന്തിക്കുന്ന ആളുകളുണ്ടോ? ഇതിനകത്തുണ്ടാവും അല്ലെ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടോ? ഇതിനകത്ത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടം? അതായത് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് പോവാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ജോലി ചെയ്യാം. ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യാം? രണ്ടിലും കിട്ടുന്നത് റെമ്യൂണറേഷൻ തന്നെ. നമ്മൾ എന്താണോ സ്പെൻഡ് ചെയ്യണത് അതിനനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടും. ഇതിനകത്ത് ഏതാ? നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഒപ്പീനിയൻ പറഞ്ഞ. ഷിബിന മാഡം എന്ന് പറഞ്ഞാണേ, ഇതിനകത്ത് ഏത് ഓപ്ഷൻ കിട്ടിയ മാഡം ഏതായിരിക്കും ചൂസ് ചെയ്യാം? നന്നായിട്ട് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് സർ. സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ജോലി ചെയ്യുന്നേക്കാൾ ഇഷ്ടം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇനി മാഡത്തിന് ഒന്ന് വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി മാഡത്തിന് ഒന്ന് പരിചയപ്പെടുത്തും. എന്റെ പേര് ഷിബിന. വെരി ഗുഡ്. കണ്ണൂരാണ്. കണ്ണൂരിലെ തലശ്ശേരിയാണ് താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ ദുബായിലാണുള്ളത്. ഇപ്പൊ 1 month ആയിട്ടേ ഉള്ളൂ ഒരു ജോബിൽ കയറിയിട്ട്. അഡ്മിൻ കം അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടി ഒന്ന് പേഴ്സണലി ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തത്. ഓക്കെ. ഇനി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. ഓക്കെ, വെരി ഗുഡ്. നല്ലതാണ്, നല്ല തീരുമാനം. ഓക്കെ. ഇനി അടുത്താണെന്ന് പറഞ്ഞേ, ബെൻസി ഒന്ന് പറഞ്ഞേ. ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് മ്യൂട്ട് ചെയ്യാം. ബെൻസി ഒന്ന് പറഞ്ഞേ, ബെൻസിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ ബെൻസി ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വന്തമായിട്ട് ബിസിനസ് അങ്ങനെ എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്. നിലവിൽ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ ചെയ്യുന്നില്ല. ഇപ്പൊ മോനുള്ള കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പഠിക്കാം എന്ന് വിചാരിച്ചത്. സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. ഓക്കെ, ഓക്കെ. എന്ത് കഴിഞ്ഞതായിരുന്നു ലാസ്റ്റ്? പ്ലസ് ടു ആണോ, ഡിഗ്രി ആണോ? ഞാൻ MA എക്കണോമിക്സ്. MA എക്കണോമിക്സ്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ഇല്ല, മുന്നേ ചെയ്തിട്ടുണ്ട്. മാരേജിന് മുന്നേ ചെയ്തിട്ടുണ്ട്. മാരേജ് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടില്ല. മാരേജ് കഴിഞ്ഞതിന് ശേഷം ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ചെറിയൊരു കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ കരിയർ ഗ്യാപ്പ് വന്ന ഒരാളോട് ചോദിക്കാണ്, ഈ കരിയർ ഗ്യാപ്പ് വരുന്ന സമയത്ത് മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം എന്തായിരിക്കും? ഒരു അഭിപ്രായം ചോദിക്കാം.
എന്നോട് തന്നെയാണ് സാർ. നിങ്ങളോട് തന്നെയാണ്. കരിയർ ഗ്യാപ്പ് ഒരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം അവന്റെ അടുത്ത് നഷ്ടമാകുന്നത് എന്തായിരിക്കും? ധൈര്യമാണോ? ജോലിയാണോ? കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. കണ്ടിന്യൂറ്റി. പിന്നെ ജോബായിട്ട് ചെയ്തിട്ടുള്ള കഴിഞ്ഞ ഒരു ബാച്ചിനകത്ത് ചോദിച്ച സമയത്ത് അവള് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കുട്ടി പറഞ്ഞൊരു വാക്ക്, സാറേ കരിയർ ഗ്യാപ്പ് വന്നാൽ ആദ്യം നഷ്ടപ്പെടുന്ന ആത്മവിശ്വാസമാണ്. ഇത് ശരിയാണോ? ഒന്നും ചെയ്യാൻ അങ്ങനെയില്ല. ഒന്നും ഏത് സമയത്തായാലും എന്ത് ചെയ്യാൻ കോൺഫിഡൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത് സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും വർക്കിന് കയറാം. അതെ. ഇത് നഷ്ടപ്പെടാറുണ്ടോ ശരിക്കും? ഈ കരിയർ ഗ്യാപ്പ് വരുമ്പോ അയ്യോ ഇനി എന്താ ചെയ്യാ, ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോവാ, ഇങ്ങനത്തെ ഒരു എന്താ ചെയ്യാ, ഒന്നിനും ഒരു സമയമില്ലാത്ത രീതി, എങ്ങോട്ടേക്ക് തിരിഞ്ഞ ഒരുപാട് ചുറ്റുപാടുകൾ, കുട്ടികള്, മക്കള്, ഹസ്ബൻഡ്, വീട്, ഇങ്ങനെയുള്ള കരിയർ ഗ്യാപ്പ് ഒന്നും ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ എന്നും ഇങ്ങനെ മനസ്സിൽ ചില സമയത്തൊക്കെ ചിന്തിക്കാം. അസ്വസ്ഥനാക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങള്? ഇല്ലേ? അസ്വസ്ഥനാക്കുന്നില്ല? യേശു എനിക്ക് ജോലി വേണം, എന്റെ സുഹൃത്തുക്കള് അവൾ അടിപൊളിയായിട്ട് നന്നായിട്ട് പോകണ്ടല്ലോ, അവൾക്ക് ഇങ്ങനത്തെ ചുറ്റുപാടുകളൊക്കെ ഉണ്ടല്ലോ, എന്നാലും അവളെ കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിങ്ങനെ തുടങ്ങിയ വലിയൊരു പ്രശ്നത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയ്യാം. അങ്ങനെ പോകുന്നുണ്ടോ? ചെറുതായിട്ടെങ്കിലും സത്യസന്ധമായിട്ട് പറയണേ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള റിവ്യൂകളാണ് ഓരോ സെഷൻ എടുക്കുമ്പോഴും നമുക്ക് അതിനെങ്ങനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ തോന്നാറുണ്ടോ ബിൻസി? ഉണ്ട് സാറേ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് കോഴ്സ് ചെയ്തിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇനിയിപ്പം രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യണം എന്നാണ്, എന്തെങ്കിലും ചെയ്യണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ? ജോലിയേക്കാൾ ഉപരി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നമ്മളെ ഡിജിറ്റൽ സാധനങ്ങൾ ഇതിന്റെ ഒരു കാര്യങ്ങൾ പറയാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടോ? ഓക്കെ, അത് നമുക്ക് ആ ഒരു സെഷൻ നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഓരോരുത്തരോടും ഇൻഡിവിജ്വലി ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾക്ക് ഇതിനകത്ത് ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഉണ്ടെങ്കിൽ അതിന്റെ ചെറിയ ഭാഗങ്ങൾ കൂടി ഞങ്ങൾ എന്ത് ചെയ്യും, കവർ ചെയ്ത് വരും. അപ്പൊ അതിനുവേണ്ടിയാണ് എല്ലാവരും സംസാരിക്കണം എന്നൊക്കെ പറയണത്. സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, വെരി ഗുഡ് ബെൻസി. ഓക്കെ, താങ്ക് യു. ഇനി അറിയും മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ. ഞാനൊരു അൺമ്യൂട്ട് റിക്വസ്റ്റ് തരാം. ഓക്കെ, നിങ്ങളുടെ പേരെന്തായിരുന്നു? ഹലോ ഹലോ, നിങ്ങളുടെ പേരെന്തായിരുന്നു? ഷബീല. ഷബീല. ഓക്കെ, എവിടുന്നാ, എന്താ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറം തിരൂർ. മലപ്പുറം തിരൂര്. ഓക്കെ, എന്താ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോഴത്തെ കരിയർ ഗ്യാപ്പ് ആണോ? എന്താണ് പ്രശ്നം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരിയർ ഗ്യാപ്പ്? എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ട്? ഏകദേശം ഒരു 5 വർഷം. 5 years ആഫ്റ്റർ പ്ലസ് ടു ഓർ ആഫ്റ്റർ ഡിഗ്രി? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. BA സോഷ്യോളജി. BA സോഷ്യോളജി. ഇനി എന്താണ് ആഗ്രഹിക്കുന്നത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്താണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്? ഒരു കോഴ്സ് ചെയ്തിട്ട് പുറത്തു പോയിട്ട് സെറ്റ് ആവണം. സെറ്റ് ആക്കണം. ലൈഫിൽ സെറ്റ് ആവണം. ഓക്കെ ഓക്കെ. ഇനി കുറച്ച് ആളുകളുടെ എല്ലാം നിങ്ങളെ എല്ലാം പരിചയപ്പെടുത്തിയതിനു ശേഷം ലൈഫിൽ സെറ്റ് ആയ കുറച്ച് ആളുകളുടെ കഥകൾ കൂടി പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് കഥകൾ കൂടി, സ്റ്റോറികളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ആവും. ഇതിനേക്കാൾ വലിയ പ്രശ്നത്തിൽ നിൽക്കുന്ന ആളുകൾ, ഇതിനേക്കാൾ നന്നായിട്ട് ഹൈ പ്രൊഫൈലിൽ പോയ ആളുകൾ ഞാൻ പറഞ്ഞുതരാം, പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു പ്രശ്നത്തെ മാറണം. ഷബീലക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നാണോ അതല്ല ജോലി ചെയ്യണം എന്നാണോ ആഗ്രഹം? സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാണോ ആഗ്രഹം? ജോലി ചെയ്യണം എന്നാണോ ആഗ്രഹം? ജോലി ചെയ്യണം. വെരി ഗുഡ്. ഓക്കെ, അപ്പം താങ്ക് യു ഷബീല. ഓക്കെ, ഇനി ഹസീറ ഒന്ന് പറഞ്ഞേ, പരിചയപ്പെടുത്തിയേ, എവിടെ നിന്നാണ്, എന്താണെന്നുള്ളത്. കണ്ണൂർ. ഞാൻ കണ്ണൂരാണ്. ഹസീറ കണ്ണൂരാണ്. കണ്ണൂർ എവിടെയാ സ്ഥലം? കൂത്തുപറമ്പ്. ഓക്കെ, എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഒന്നും ചെയ്യുന്നില്ല. മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളില് നഴ്സറി ടീച്ചർ ആയിരുന്നു. വെരി ഗുഡ്. അപ്പൊ അതിപ്പോ ഒഴിവായിട്ട് കുറച്ചു കാലായി. ഒന്നും ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യണം എന്നാണ് ആഗ്രഹം? ഇതിലേക്ക് കയറിയിട്ട് സ്വന്തമായിട്ടൊരു ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം. ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം. ഓക്കെ, കരിയർ ഗ്യാപ്പ് എത്ര വന്നു? വലിയ ഗ്യാപ്പ് വന്നോ? ഞാൻ 3 വർഷം പോയി മാരേജിന് ശേഷം 8 വർഷമായിട്ട് ജോലി ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ.
അതിനിടയില് മെറ്റേണിറ്റി ലീവ് എല്ലാം വരുമ്പോ അങ്ങനെ വേക്കൻസി അങ്ങനെ കയറും. കയറി പോകാറുണ്ട്. 1-2 മാസം 6 മാസം അങ്ങനത്തെ ഒരു വേക്കൻസിയിൽ അങ്ങനെ കയറും. വേക്കൻസിൽ അങ്ങനെ കയറി പോകും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ആളാരാ? നീതു ഒന്ന് പറയൂ. ഇതിനൊന്ന് പരിചയപ്പെടുത്തും. സാറ് ഞാന് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കൊപ്പത്തുനിന്നാണ്. കൊപ്പം. ഓക്കെ, പറയൂ. ഞാൻ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാനാണ് കഴിഞ്ഞിട്ട് പ്ലാൻ? 10-14 വർഷമായി. എങ്ങനെ? എനിക്ക് നല്ലൊരു ജോലി വേണം എന്നാണ്. നല്ലൊരു ജോലി വേണമെന്നാണ്. പിന്നെ നല്ലൊരു ജോലി വേണം. ഉം. ഒരുപാട് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ഓക്കെ, ഒരുപാട് ഗ്യാപ്പ് വന്നോ കരിയറിൽ? ജോലിക്ക് കഴിഞ്ഞിട്ടാണോ ഗ്യാപ്പ് വന്നത്? ഡിഗ്രി കഴിഞ്ഞിട്ടാണോ കോൺഫിഡൻസ് ഗ്യാപ്പ് വന്നത്? ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു വർഷം കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ട്. ഉം, ഉം. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞ വീട്ടിലിരുന്ന് ആ എന്തെങ്കിലും സാധനം, ഓൺലൈനായിട്ട് എന്തെങ്കിലും വർക്ക് ശരി ശരി. അപ്പൊ അവൾ പറഞ്ഞ ആ സാധനം നിങ്ങൾക്കുണ്ടോ? അതൊന്നും ആദ്യം സക്സസ്. തോന്നുന്നത് ആത്മവിശ്വാസമാണോ? ഈ കരിയർ ഗ്യാപ്പ് വരുന്ന സമയത്ത് ആദ്യം നഷ്ടമാവുന്ന അതെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതെ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും അല്ലെ? എങ്ങനെ, എന്താണ് ഇവളൊക്കെ അല്ലെ, ഞാൻ എന്താ ഇങ്ങനെ, അങ്ങനെ തോന്നിക്കോ ആർക്കെങ്കിലും? എന്താ ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ എന്നൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും വരുന്ന കരച്ചിലുകളാട്ടോ. എനിക്ക് ഡെയിലി വാട്സപ്പിനകത്ത് വരുന്ന, അയ്യോ എന്റെ ജീവിതം എന്താ ഇങ്ങനെ. എന്റെ കൂടെ അവൾ ഇത്രയൊന്നും പഠിക്കില്ലായിരുന്നു, അവൾ ഇത്രയൊന്നും പഠിക്കില്ലായിരുന്നു, പക്ഷെ അവൾക്ക് ജോലി ഉണ്ട്. അവള് നല്ല കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് എന്ന് രാവിലെ പോകുന്നു, ഞാൻ ഇവിടെ ഈ മാക്സി ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തിരിഞ്ഞളിക്കാം അല്ലെ? അങ്ങനെയൊക്കെ തോന്നാറില്ലേ? ഇതൊക്കെ ഞാൻ ഡെയിലി കേൾക്കുന്നുണ്ടോ? അത് എന്റെ മനസ്സിൽ തോന്നാറുണ്ട്. പറയുന്നല്ല, എന്റെ മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്നല്ല, സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന, എനിക്ക് ഇവരെ രക്ഷപ്പെടുത്തണം എന്ന് എപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നിതു +2 കഴിഞ്ഞതിന് ശേഷമാണ് കരിയർ ഗ്യാപ്പ് വന്നേക്കുന്നത് അല്ലെ? അതെ അതെ ഓക്കെ, സെറ്റ് സെറ്റ്. നമുക്ക് പോകുന്ന വഴിക്ക് റെഡി. ഇനി ജോലിയാണോ വേണ്ടത്? സ്വന്തമായിട്ട് എന്തെങ്കിലും സംവിധാനമാണോ? ജോലിയാണ് ഇപ്പം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. സ്വന്തമായിട്ട് ചെയ്താൽ സക്സസ് ആവുമെന്നുള്ളൊരു പേടിയുണ്ട്. പേടിയുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സ്വന്തമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയുന്നില്ല. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാം. പോകുന്ന വഴിക്ക് ശരിയാവും. അതെ അതെ ഇപ്പൊ ഈ പറയുന്ന ആളായിരിക്കില്ല 3 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ഇറങ്ങുന്നുണ്ടാവുക. ആ രീതിയിലേക്ക് ഞങ്ങൾ മാറ്റിത്തരും. ഞങ്ങളൊരു വർക്കും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഗ്രൂപ്പിനകത്ത് സജീവമായിട്ട് എല്ലാത്തിലും ഇടപെടണം കേട്ടോ. അപ്പോഴേ നമുക്കൊരു ധൈര്യം വരുള്ളൂ. കാരണം ഇനി നമ്മൾ പോകുന്നത് MNC കമ്പനികളിലേക്ക്, മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ജോലിയിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അവിടെ നിങ്ങളെക്കാൾ മുകളിലുള്ള ഹൈറാക്കിയിലുള്ള ഒരുപാട് തലത്തിലെ ആളുകളുണ്ടാവും. അവരൊക്കെ ഡയറക്റ്റ് ആയിട്ട് കണ്ണുക്ക് നോക്കി സംസാരിക്കുമ്പോൾ ആ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യണം? സ്വയം ബിൽഡ് എടുക്കണമെങ്കിൽ ഇങ്ങനെ സെഷനുകളൊക്കെ വീഡിയോ അറ്റൻഡ് ചെയ്യുമ്പോൾ ആയിരിക്കും എന്ത് ചെയ്യാം കിട്ടുക. ചില ആളുകൾക്ക് ഹോസ്പിറ്റൽ കേസുകളുണ്ടോ മറ്റു സാഹചര്യങ്ങളൊക്കെ വീഡിയോ അറ്റൻഡ് ചെയ്യാത്ത ഉണ്ടാവും. പക്ഷെ പരമാവധി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചാൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ ക്യാമറ ഓൺ ആക്കി സംസാരിക്കണം. സംസാരിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? റെഡി ആവത്തുള്ളൂ. കോൺഫിഡൻസ്. യെസ്. ഇനി ആരാ പറയാനുള്ളത്? ഷംന ജാസ്മിൻ. ഹലോ ഷംന ജാസ്മിൻ, ഒന്ന് സംസാരിക്കും. സംസാരിക്കാതിരുന്ന ഇത് കിട്ടൂല കേട്ടോ. ഷംന ജാസ്മിൻ, ഹലോ. ഷംന പറയൂ. എവിടെയാ സ്ഥലം? എന്താ ചെയ്യുന്നത്? കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കാം, പറഞ്ഞോളൂ. മലപ്പുറത്താണ് ഞാന്. മലപ്പുറത്താണ്. എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ +2 കഴിഞ്ഞ് CS എടുത്തിരുന്നു. അതിന്റെ ക്ലാസ്സും കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കാണ് ഇപ്പൊ. CS മീൻസ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി. അത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയി? ഇപ്പൊ ആള് CS ആണോ ഓൾറെഡി? അല്ല, ക്ലാസ് കഴിഞ്ഞ് എക്സിക്യൂട്ടീവിന്റെ ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിരിക്കുക. ഡിസംബറിലായിരുന്നു എക്സാം. അത് കഴിഞ്ഞിരിക്കണം ഇപ്പൊ. അത് കഴിഞ്ഞിരിക്കണം. ഇനി എന്താണ് അടുത്തൊരു പ്ലാന്? ഇതന്നെയാണ്, എന്തെങ്കിലും ഒരു ജോലി വേണം. ഓക്കെ, അപ്പൊ CS കംപ്ലീറ്റ് ആക്കുന്നില്ലേ? എന്താണ് ഒരു പോകുന്ന വഴിക്ക്? CS കംപ്ലീറ്റ് ആക്കണം, പക്ഷെ അതെനിക്കിപ്പോ ഒരു ടഫാണ്. പിന്നെ ഈ ജൂൺ എക്സാം വരുന്നത് 6 മാസം കൂടുമ്പോഴാണ് എക്സാം വരുന്നത്. നല്ല ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോഴ്സ് പഠിച്ചാൽ ജസ്റ്റ് എടുത്താണ്. ശരി. CS എവിടെയെങ്കിലും ഇന്റേൺഷിപ്പ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അതിനൊന്നും ആയിട്ടില്ല. എൻട്രൻസ് കഴിഞ്ഞിട്ട് എക്സിക്യൂട്ടീവ് എൻട്രൻസ് എത്തിയിട്ടുള്ളൂ. കഴിഞ്ഞുള്ളൂ അല്ലെ? CS CA കോഴ്സ് പോലെ ടഫ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സൈനിന് ഭയങ്കര പവറാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കുന്നത് CSR ആയിരിക്കും. കമ്പനിയുടെ പേപ്പറുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് CSR ആയിരിക്കും. ആനുവൽ റിട്ടേണുകൾ ഫയൽ ചെയ്യുന്നത് CSR ആയിരിക്കും. എല്ലാം CS ആണ്. CS നല്ലൊരു പൊസിഷനുള്ള ജോലിയാണ്. അപ്പൊ അത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്തോളി. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതെന്ത് ചെയ്യാം.
ഷംന ജാസ്മിനോട് പറയാനുള്ളത് വീഡിയോ ഇതുപോലെ ഓൺ ആയിരിക്കണം, ഇനി ഓഫ് ആവരുത്. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. നല്ല കോൺഫിഡൻസ് ഉണ്ട്, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പോൾ വീഡിയോയിൽ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ക്ലാരിറ്റി കിട്ടുക. ഓക്കെ, ഇനി ആരാ അടുത്ത ആള്? ഫർസാന. വീഡിയോയിൽ പോലെ കേട്ടോ ഷംന, വീഡിയോയിൽ പോലെ അവിടെ ഇരിക്കും. ഫർസാന, ഫർസാന എവിടെയാ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് വിട്ടിട്ടുണ്ട്. ഫർസാന, ഹലോ ഫർസാന, ഹലോ. കേൾക്കുന്നുണ്ടോ ഫർസാന? ഫർസാന ഒന്ന് പരിചയപ്പെടുത്തി. അയ്യോ, വീഡിയോയിൽ വരട്ടെ. യാത്രയിലാണോ? അല്ല, ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തോളൂ. ഞാൻ ടൈം അറിഞ്ഞില്ല പെട്ടെന്ന്. അല്ല അത് കുഴപ്പമില്ല, കഴിഞ്ഞത് പോട്ടെ. കഴിഞ്ഞതിനെ കുറിച്ച് ചോദ്യങ്ങളേ ഇല്ല, ഇന്നത്തെ ഈ ഒരു മൊമെന്റ് മുതലേ ചോദ്യമുള്ളൂ. ഓക്കെ, ഫർസാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തും. നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ പ്ലാന് ഒക്കെ ഒന്ന് പറയൂ. എന്റെ പേര് ഫർസാന എന്നാണ്. വീട് ഇവിടെ കൊളത്തൂര്, പെരിന്തൽമണ്ണ, മലപ്പുറം. പിന്നെ ഞാനിപ്പോ +2 ആണ് ക്വാളിഫിക്കേഷൻ. ഞാൻ ഇപ്പോ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല, ബികോം. ഇനി എന്താ പരിപാടി? സ്വന്തമായിട്ടുള്ള പരിപാടിയാണോ, ജോലിയാണോ, എന്താണ് വേണ്ടത്? ജോലി തന്നെയാണ്. ജോലി തന്നെയാണ് വേണ്ടത്. അതെ. ഓക്കെ, കരിയർ ഗ്യാപ്പ് എത്ര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ? ഞാൻ ഇപ്പൊ 28 വയസ്സായി. ആ, എത്ര ഗ്യാപ്പ് വന്നിട്ടുണ്ട്? പഠനവും ജോലിയും തമ്മിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്? ഞാനൊരു 8 വർഷത്തൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവില്ലേ. 20 വയസ്സാകുമ്പോഴാണ് ഡിഗ്രി ഫസ്റ്റ് ചെയ്ത്, പിന്നെ ഡെലിവറി ആയിട്ട് പിന്നെ ഒന്ന് നിർത്തി, പിന്നെയും ഡിഗ്രി പിന്നെ ഡിസ്റ്റൻസ് ആയി ചെയ്തു, അങ്ങനെയൊക്കെയാണ്. വെരി ഗുഡ്. ഇപ്പം മലപ്പുറം അല്ലേ സ്ഥലം? അതെ, മലപ്പുറം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇനി വീഡിയോ ഒന്നും പോരുത് കേട്ടോ, അവിടെ തന്നെ നിൽക്കേ. കാര്യങ്ങൾ പറഞ്ഞുതരാം. വീഡിയോയിൽ വന്ന ആളുകൾ ആരും പോരുത്. ഓക്കെ, നീതു. ഹലോ നീതു, നമ്മൾ പരിചയപ്പെട്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും പരസ്പരം അങ്ങോട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് എല്ലാരും. നീതു ഒന്ന് സംസാരിച്ച. നമ്മളെന്തറിയോ, നിങ്ങളെ കുറിച്ച് നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സാധാരണ രീതിയിലുള്ള ഒരു ക്ലാസ് എന്നതിനപ്പുറത്ത് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ജോലി എന്നുള്ള 2 മാസം കൊണ്ട് ജോലി സെറ്റപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കുറിച്ച് ഞങ്ങൾ അറിയണ്ടേ? വേണ്ടേ? അറിയണോ? ഓക്കെ, അപ്പൊ നീതു ഒന്ന് പരിചയപ്പെടുത്തും. വീഡിയോയിൽ വന്ന ഒരാളും പുറത്ത് വരുതേ. നീതു ഒന്ന് പരിചയപ്പെടുത്തും. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു തരാണ്ട്, അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാവരും വീഡിയോയിൽ തന്നെ വരണം എന്നാണ്. നീതു എനിക്കൊന്ന് ലൈനിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എന്നെങ്കിൽ ആൻസി ഒന്ന് പരിചയപ്പെടുത്താവോ? ആൻസി അച്ചു മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. ആൻസി. ഹലോ. ആൻസി പറയൂ. എന്റെ പേര് ആൻസി, ഞാൻ തൃശ്ശൂരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോ നിർത്തിയേക്കാണ്, ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് എടുത്താണോ, അതല്ല ഓൾറെഡി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് മാറിയെന്നാണോ? വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പൊ ഏതെങ്കിലും ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിച്ചത്. എവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? IFST. ഓക്കെ. അവിടെ ഹോസ്പിറ്റലാണോ ഇപ്പൊ നിലവിൽ ജോലി? അല്ല, ഞാൻ ക്ലിനിക്കിലായിരുന്നു. ഓക്കെ. എന്ത് കഴിഞ്ഞതാ ലാസ്റ്റ്? +2 ഡിഗ്രി MA എക്കണോമിക്സ്. ഓക്കെ, MA എക്കണോമിക്സ് കഴിഞ്ഞു. പിന്നെ ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തൊരു പ്ലാൻ എന്താ? ഈ ക്ലിനിക്കിലെ ഓഫീസ് ജോബ് ആയിരുന്നോ, അതല്ല അവിടെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പണിയായിരുന്നോ? അല്ല, ഓഫീസ് മാനേജർ ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താ പ്ലാന്? നല്ലൊരു കമ്പനിയില്. അത് പുറത്തായാലും നാട്ടിലായാലും എവിടെയായാലും കുഴപ്പമില്ല, അങ്ങനെയാണോ? പുറത്തൊക്കെ പോകാനുള്ള റെഡിനെസ് നിൽക്കുകയാണ്. റെഡിയാണ്. വെരി ഗുഡ്. വീഡിയോയില് പോലെ അവിടെ നിൽക്കേ. നിജി. ഹലോ നിജി ഒന്ന് സംസാരിക്കാവോ? നിജി നേരത്തെ എന്തോ ഒരു തിരക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് റിസ്ല. ഹലോ.
എടാ ഹലോ വീഡിയോയിൽ വാ, ഞാൻ വിളിച്ചാലേ വരുള്ളൂ. വീഡിയോയിൽ വാ, പറയൂ. വീഡിയോ ഒന്നും ഇനി പോരുത് ഞാനും കേട്ടോ. പ്ലസ് ടു കഴിഞ്ഞതാണ്. എന്തായിരുന്നു? പ്ലസ് പ്ലസ് ടു ടു കഴിഞ്ഞ് കഴിഞ്ഞതാണ്. CS എടുത്തിരുന്നു. എന്തായിരുന്നു? CS എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഈ എക്സാം ആയതുകൊണ്ട് ഞാൻ ഷംനന്റെ ഫ്രണ്ട് ആണോ നിങ്ങള്, റിസ്ല? നിങ്ങൾ രണ്ടാളും കൂടെ കൂടി CS എടുത്താണ് അല്ലേ? രണ്ടാളും കൂടെ കൂടെ എടുത്ത തീരുമാനമാണ് ഇത് നടക്കൂല എന്നുള്ള, അങ്ങനെയാണോ? ആ, നിങ്ങളെ പേഴ്സണൽ ടോക്കിന്റെ ഇടയിലെങ്കിലും ഈ സാധനം വന്നിട്ടുണ്ടാവില്ലടാ, ഇത് നമുക്ക് പറഞ്ഞ പണിയല്ല എന്ന്. പേഴ്സണൽ ടോക്കിന്റെ ഇടയിൽ നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിൽ പറയും, പുറത്തു പറയില്ലെങ്കിലും, എടാ നമുക്കേ ഇതിന്ന് വേഗം തടിയെടുത്താല് നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ ഒരു ആ, തീരുമാനത്തിന് പുറത്താണോ ഇങ്ങനെയൊക്കെ എത്തിയ? ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ടോ നിങ്ങളൊരു സറൗണ്ടിങ്സിലില്ലേ? ഇങ്ങനെ ചിന്തിച്ച എത്ര ആൾക്കാരുണ്ടോ ഒന്ന് പറഞ്ഞേ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഫുൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അതായത് പെട്ടുപോയല്ലോ പഠിച്ചവനെ, ഇനി എന്താ രക്ഷപ്പെടാനുള്ള വഴിയില്ലേ? ഞാന് CMക്കാർക്കും CAക്കാർക്കും അതുപോലെ CS ചില പോർഷൻസ് ഞാൻ പല സെഗ്മെന്റിലും പോയി എടുക്കാറുണ്ട്. അറിയപ്പെട്ട പല സെന്ററുകളിലും എന്റെ ഫേസ് കാണാം. ചാണക്യയിൽ നിങ്ങൾക്ക് എന്റെ ഫേസ് കാണാം. അതുപോലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ടീച്ചറായിട്ട് എന്നെ കാണാം. യൂട്യൂബിനും അവിടെ ഇവിടെ ഒക്കെ എന്നെ കാണാം. അപ്പം പേഴ്സണലി ചില മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട്, സാറേ ഇത് നടക്കൂല, നിങ്ങൾ വേറെ എന്തെങ്കിലും വഴി പറഞ്ഞു തരാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പിന്നീട് ചോദിക്കും, സാർ ഇതൊക്കെ പഠിച്ചിട്ട് വീണ്ടും ഇവിടെ പഠിപ്പിക്കുകയാണല്ലോ, സാറിന് ഇതിൽ എങ്ങനെ പോയാൽ പോരെ, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അങ്ങനെ ചിന്തിച്ചൊക്കെ ഉണ്ടോ? ഓ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? ഇതൊക്കെ എനിക്ക് വന്നതാണ്, ഇയാളതൊക്കെ പഠിപ്പിച്ച് ഇയാളതൊക്കെ ആണല്ലോ, അത് പിന്നെ ഇയാൾക്ക് ഈ പണിയെടുത്താൽ പോരെ, എന്തിനാ ഈ പിന്നെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്? അങ്ങനെ എന്തെങ്കിലും ചില ആളുകള്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പാഷൻ എന്നുള്ളത് ടീച്ചിങ് ആണ്. പാഷൻ ബൈ പ്രൊഫഷൻ, അതാണ് ഞാൻ എപ്പോഴും. പാഷനെ പ്രൊഫഷൻ ആക്കി കഴിഞ്ഞാലാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഓഫീസ് ജോലി അത് നിങ്ങളൊരു പാഷനാണ്. അത് നല്ല ഡ്രസ്സ് ഇട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ നടന്ന് ആളുകളൊക്കെ സംസാരിച്ച് നമുക്ക് ആളുകളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനം കിട്ടുക എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് തന്നെയാണ് CS കോഴ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും. ആ കോട്ടും സൂട്ടും കണ്ടിട്ട് തന്നെയല്ലേ CS കോഴ്സ് എടുത്ത്? സത്യം പറഞ്ഞേ, ആ കോട്ടും സൂട്ടും കണ്ടിട്ട് തന്നെയല്ലേ ഇത് സ്ഥിരം കേൾക്കണതാ. ആ കോട്ടും സ്യൂട്ടും ആ ഒരു പ്രൗഢിയും കണ്ടിട്ട് അങ്ങനെ തന്നെ അതിനാണ് നമ്മളെ സ്വപ്നം കളയരുത്. ആ ഒരു സാധനം തന്നെ നമുക്ക് ഇതേപോലെ ഇവിടുന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ രണ്ടാളും മലപ്പുറത്താണല്ലേ റിസ്ല? ആ. രണ്ടാ. ഈ ബാക്കിയുള്ള ആളുകളുടെ പ്ലാനുകളൊക്കെ എന്താ? ഇങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ അവരൊക്കെ പ്ലാൻ ഉണ്ടാവില്ലേ? എന്തായിരിക്കും അതിൽ? ഉറപ്പായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന വിചാരിച്ചിരിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും? ഈ ഔട്ട് ഓഫ് ഒരു എത്ര ആളുകളല്ലേ? 10 ആളുകളാ? 20 30? റിസ്ല, എത്ര ആളുകളല്ലേ നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത്? മൈക്ക് മ്യൂട്ടാണ് തോന്നുന്നുണ്ട്. ഷംന, ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി, നിങ്ങളെ ഗ്യാങ്ങുള്ള മൈൻഡ് സെറ്റ് ഇട്ടാൻ വേണ്ടിട്ടാ. അങ്ങനെ വെച്ചാ ഞങ്ങളെ ക്ലാസ് തുടങ്ങുന്ന ടൈമില് 70 സംതിങ് കുട്ടികളുണ്ടായിരുന്നു. ക്ലാസ് കഴിയാൻ നേരത്തെ 20 ആ ഒരു ഇതിലുള്ളൂ. ഇപ്പൊ ഈ 20 ആളുകളുടെയും മനസ്സിപ്പോ ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയോ? മരവിച്ചോ? അല്ല, അങ്ങനല്ല, പഠിച്ചവരും ഉണ്ട്. ഇതന്നെ വേണമെന്നുള്ള ആ ഒരു ഇതിലുള്ളവരും ഉണ്ട്. അങ്ങനെ എത്ര ആൾക്കാരുണ്ടോ? ഈ 70-ൽ എത്ര ആൾക്കാർ അങ്ങനെ മൈൻഡ് സെറ്റിലൂടെ പോയിണ്ടാവും? അങ്ങനെ വെച്ചൊരു 10 ആ ഒരു ഇത്. അല്ല, ഇപ്പൊ 10-ൽ പെട്ട 2 ആൾക്കാരല്ലേ നിങ്ങള്? അപ്പം തന്നെ 8 ഉള്ളൂ. വെരി ഗുഡ്. അപ്പൊ ഇനി വീഡിയോയിൽ പോലെ അവിടെ നിൽക്കാൻ. റിസ്ലക്ക് എന്താ ഓഫീസ് ജോബ് ആണോ ആഗ്രഹം? സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടികളാണോ? ഓഫീസ് ജോബ് തന്നെയാണ്. ആ കോട്ടും സ്യൂട്ട് തന്നെയാണ് വേണ്ടത് അല്ലെ? ഓക്കെ, അങ്ങനെ ആഗ്രഹിക്കണം കേട്ടോ. നമ്മളിപ്പോ നന്നായിട്ട് ഡ്രസ് ചെയ്ത് നല്ല ഒരു പൊസിഷൻ നിൽക്കുന്നതായിട്ട് തന്നെ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാലേ കിട്ടുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ആളാരാ? ഷഫ്ന. ബാക്കി വീഡിയോയിൽ വന്ന ആളുകൾ പോരുതേ, നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഷഫ്ന, ഹലോ. എടാ വീഡിയോയിൽ വാ. ആ വീഡിയോയിൽ വാ. ഹലോ, കേട്ടു? വീഡിയോയിൽ വാ. ഇനി വീഡിയോ ഒന്നും പോരുതേ. റിസ്ല പോയല്ലോ, പോരുതേട്ടോ. ഓക്കെ, ആ ഷഫ്ന പറയൂ. വീഡിയോയിൽ വരൂ. വീഡിയോ ഓൺ ആക്കണോ? വീഡിയോ നിർബന്ധമാണ്. ഞാനിപ്പോ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിൽ ഇന്റർവ്യൂർ എങ്ങനെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യും? ഓക്കെ, ഇനി പറയൂ, പരിചയപ്പെടുത്തു. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ്, എന്താണ് ഇനി അടുത്ത പരിപാടി? എന്റെ പേര് ഷഫ്ന. ഞാൻ എടപ്പാളിന്നാണ് വരുന്നത്. എടപ്പാള്. ഞാൻ MBA കഴിഞ്ഞതാണ്. വെരി ഗുഡ്. MBA കഴിഞ്ഞിട്ട് 1 year ആയി. ജോബ് നോക്കുന്നുണ്ട്. പക്ഷെ ദൂരെയാണ് കിട്ടുന്നത്. എനിക്ക് പോയി വരാനുള്ള ഒരു സെറ്റപ്പിൽ ഇപ്പൊ വേണം, അത്യാവശ്യമാണ്. പിന്നെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാ. അപ്പൊ
1 ഇയർ കഴിഞ്ഞ് നോക്കുമ്പോ ആ ടച്ച് ഒക്കെ ഒന്ന് വിട്ടിക്കണം. ഓക്കെ. നിങ്ങൾ ഉപ്പ എങ്ങനെ എന്റെ ക്ലാസ്സിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ആ യെസ് യെസ് അങ്ങനെ ചേർന്നതാണ് ഞാൻ. ഓക്കെ. നിങ്ങൾ ഉപ്പ എന്റെ ഏതോ ഒരു ക്ലാസ്സിന് എവിടെയോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉപ്പാടെ അയാൾ കെയർ ഓക്കെ ആണോ? ഓഫിൽ വന്നത് തന്നെയാണ്. ക്ലാസ് നല്ലതാണ്, കുഴപ്പമില്ല, ജോബ് പെട്ടെന്ന് റെഡി ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം ഉപ്പ എന്താ പറയാ, ഉപ്പ ഞാൻ സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി പ്ലേസ്മെന്റ് കൊടുക്കുന്നത് കണ്ണോട് കാണുന്ന ഒരാളാണ്. ഉപ്പാക്ക് അറിയാം ഇയാളെ കൂടെ നിന്ന് കഴിഞ്ഞാല് സെറ്റിൽ ആവും. അങ്ങനെ തന്നെയാണ്. ഞാൻ സാറിന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 ദിവസമായിട്ട് കോണ്ടാക്ട് വെരി ഗുഡ്. ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും ആ വിശ്വാസത്തിൽ വന്നു തന്നെയാണ്. ഫുൾ ടൈം എന്റെ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റുകൾ എപ്പോഴും ഞാൻ ഉണ്ടാവും. നിങ്ങളുടെ എപ്പോഴും മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നിടത്തുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഞങ്ങൾ തന്നെ കൂടെ ഉണ്ടാവുക. ഇന്നത്തെ ഫസ്റ്റ് സെഷനിൽ വേറെ ടീച്ചറെ കയറ്റാതെ ഞങ്ങൾ തന്നെ കയറിയിട്ട് ഞങ്ങളുടെ വിഷനും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ ഒരു 1 വീക്കിൽ ഞങ്ങൾ തന്നെ കയറി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് തന്നെ കയറുന്നത്. ഇത് ടീച്ചർമാരെ ഏൽപ്പിച്ചിട്ട് എന്തെങ്കിലും മുന്നിൽ പോകുന്ന പരിപാടിയല്ല. അതുകൊണ്ട് എന്തായാലും ഷഫ്നക്ക് എല്ലാവർക്കും ജോലി ഓഫീസ് ജോബ് തന്നെയാണ് ഇപ്പൊ നോക്കുന്നത്. ഓഫീസ് ജോബ് ഞാൻ HR ആണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളത്. HR വിത്ത് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിന് ബേസ് അപ്പൊ ഒരു ഓഫീസ് ജോബ് അങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ടുള്ള ഒരു ജോബ് എന്നുള്ള ഒരു ഓക്കെ. അങ്ങനെ തന്നെയാണ് ആഗ്രഹം, അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. വീഡിയോ ഒന്നും പോരുത്. വേണ്ട അന്വേഷണം പറയണം. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ പറയാട്ടോ. ഇനി അടുത്ത ആള് പറഞ്ഞേ. വീഡിയോ ഒപ്പോ എന്ന് പറഞ്ഞ ഒരാൾ കിടക്കുന്നുണ്ട്. ആരാണ് ഓപ്പോ ഫോൺ യൂസ് ചെയ്യുന്ന വീഡിയോയിൽ വരാത്ത ആളാരാ? ഹലോ പറയൂ. പേര് പറയൂ. ഞാൻ ആശ ഫ്രം കാലിക്കറ്റ്. പേരെന്തായിരുന്നു? ആശ ഓക്കെ. ആശ പേര് ഞാൻ ചേഞ്ച് ചെയ്തു. നേരത്തെ ഓപ്പോ എന്നുണ്ടായിരുന്നെ. ഓക്കെ. ആശ പറയൂ, എന്താണ്? അത് ഓപ്പോ ഫോണിന്റെ പേരാ. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ പരിഹരിക്കാൻ കഴിയുള്ളൂ. പ്രശ്നം ഉണ്ടാവട്ടെ. അപ്പൊ ആശ ഒന്ന് പരിചയപ്പെടുത്തും. എന്താണ് ആശന്റെ പ്ലാന്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്? എങ്ങോട്ടും പോകുന്നില്ല. ഒത്തിരി ബികോം ലാസ്റ്റ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് കല്യാണം കഴിഞ്ഞപ്പോ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട്. 20 years ബാക്ക് ഉണ്ട്. അപ്പൊ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചതാണ്. പിന്നെ ടീച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ പിന്നെ ഇപ്പൊ കുറച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കയറിയതാണ്. ആശയ്ക്ക് എന്നെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, നേരത്തെ പരിചയം, പക്ഷെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി ഗ്യാപ്പ്. ഒരുവിധ ആളുകൾക്ക് എന്നെ നേരിട്ട് പരിചയമുണ്ട്. പക്ഷെ ഞാൻ ഇതിൽ എക്സലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഒത്തിരി മുമ്പ് പർച്ചേസ് ചെയ്തതാണ് എക്സല്. എക്സല് അത് ചെയ്തതാ. സാറിന്റെ അടുത്ത് തന്നെ ചെയ്തത്. എന്റെ അടുത്ത് തന്നെ ചെയ്ത്. അപ്പൊ പരിചയമൊക്കെ തന്നെ ചെറുതായിട്ടെങ്കിലൊക്കെ എന്നെ പരിചയമുണ്ട്. അപ്പൊ ഇനി ഒരു ഓഫീസ് ജോലി എന്നുള്ളതാണോ, സ്വന്തമായിട്ട് എന്തെങ്കിലും പരിപാടി എന്നുള്ളതാണോ ആശ പ്ലാൻ ചെയ്യുന്നത്? ഏതായാലും എനിക്കൊന്നുമില്ല. എനിക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ജോലി വേണം, പിന്നെ മുന്നോട്ട് പോകണം. ആരെയും ഇത് ചെയ്യാണ്ട് മുന്നോട്ട് ഒറ്റയ്ക്ക് തന്നെ നിന്ന് പോണം, ജോലി ചെയ്യണം. ആ ഒരു കോൺഫിഡൻസോടൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ. ആ ഒരു തീരുമാനം നല്ലതാവട്ടെ. ആരെയും ആശ്രയിക്കാതെ. അത് വലിയൊരു പോയിന്റ് കേട്ടോ ലൈഫില്. ഒരാള് ആശ പറഞ്ഞത് ലൈഫ് ലേണിംഗ് കൂടിയാണ്, ലൈഫ് ലെസൺസും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എങ്ങനെയായാലും നമ്മളൊരു ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾക്ക് നമ്മുടെ കുടുംബ ജീവിതങ്ങളൊക്കെ മുന്നോട്ട് പോകണം. എന്നാലും അവരെ പോലും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റണം. ഞാൻ പലപ്പോഴും എന്റെ സെഷനുകൾ എന്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്റെ വൈഫ് എന്നോട് ഒരു പൈസയും ചോദിക്കാറില്ല. അതൊരു സംഭവമാണ്. എന്റെ വൈഫ് എന്നോട് ഒരു പൈസയും ചോദിക്കാറില്ല. എന്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പോലും ചിലപ്പോൾ ഞാൻ അറിയാറില്ല. ഒരു കാര്യം, ഞാൻ ഹോസ്പിറ്റലിലാണ്. ഞാൻ വീഡിയോ കുഴപ്പമില്ല, നിങ്ങളുടെ സാഹചര്യം മനസ്സിലായി. ഓക്കെ, ഓഡിയോയിൽ ഉണ്ടാവണം കേട്ടോ. ഇനി വേറെ ആൾ ഉടായ്പായിട്ട് വരണ്ട കേട്ടോ. അവരുടെ കാര്യം ജെന്യൂൻ ആയിട്ട് നേരത്തെ എനിക്ക് അറിയാം. വേറെ ആരും വീഡിയോയിൽ ഉടായ്പ വരണ്ട. അപ്പൊ ആശന്റെ ആ ഒരു തോട്ട് ഭയങ്കരമാണ്. ഒരാളെയും ആശ്രയിക്കാതെ മുമ്പോട്ടേക്ക് പോകണം, ഒരാളെ ആശ്രയിക്കാതെ. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം.
ഭാഷയുടെ നാക്ക് പൊന്നാവട്ടെ, ആശ്രയിക്കാതെ തന്നെ ജീവിക്കാൻ കഴിയട്ടെ. ഓക്കെ, ഇനി അടുത്ത ആളാരാ? ഇനി ആരാ ഇതിനകത്ത് വരാത്തെ? മഞ്ജുഷ. മഞ്ജുഷ നമ്മുടെ മാഡം അല്ലേ? അതെ സർ. ഓക്കെ, ഇനി ആരാ? ഒരു സാംസങ് എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ട്. ബാക്കി കുറച്ചുകൂടി ആൾക്കാരുണ്ട്, 10-20 ആളുകൾ ഈ ബാച്ചിനകത്ത് വരാനുണ്ട്. സാംസങ് SM എന്ന് പറഞ്ഞ ഒരാള് നമ്മളെ ആരെങ്കിലും ആണോ? സ്റ്റാഫ് ആരെങ്കിലും ആണോ? മഞ്ജുഷ അല്ലല്ലോ. സാംസങ് എന്ന് പറഞ്ഞ ആള് വേറെ ആരും ജോയിൻ ചെയ്തിട്ടില്ല ഇവിടുന്ന്. ഓക്കെ, കുഴപ്പമില്ല. ഈ സാംസങ് എന്ന് പറഞ്ഞ ആളൊന്ന് വരും, അതിനുശേഷം ഞാൻ ഇതിന്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. വീഡിയോയിൽ എല്ലാവരും വരുമ്പോ. സാംസങ്, ഹലോ. യാ, ഓക്കെ. പേരെന്തായിരുന്നു? അതെ, എന്റെ പേര് എന്തായിരുന്നു? കേട്ടില്ല. നെസ്ല. ഞാൻ നെസ്ലയാണ് സർ. അരീക്കോടാണ് എന്റെ വീട് വരുന്നത്. എവിടാ? നെസ്ല. വീട് എവിടെയാ? നെസ്ല പേര്. കേട്ടു. വീട് എവിടെയാണോ? അഴീക്കോടാണോ അരീക്കോടാണോ? അരീക്കോട്. പരിചയപ്പെടുത്തു. അരീക്കോട് എന്താ ചെയ്യുന്നത്? അരീക്കോട് നെസ്ല. അരീക്കോട് എന്റെ നാട്ടുകാരിയാണല്ലോ. നെസ്ല എന്റെ നാട്ടുകാരിയാണല്ലോ, അരീക്കോട്. ഞാന് ഇപ്പോ വോയിസ് എന്തോ ക്ലിയർ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. റേഞ്ചുള്ള സ്ഥലങ്ങളിൽ പരമാവധി ഇരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി ആരാ അതിനകത്ത് സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഷഫ്ന. ഷഫ്ന സംസാരിച്ചോ? ഷഫ്ന സംസാരിച്ചിട്ടുണ്ടോ? ഷഫ്ന അൺമ്യൂട്ട് ചെയ്യേണ്ട പെർമിഷൻ നിന്ന്. ഷഫ്ന, ഹലോ ഷഫ്ന. ഷഫ്ന. സോറി, നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ആരാ? നെസ്ല എന്ന് പറഞ്ഞ ആളാ സംസാരിച്ചിട്ടുണ്ടോ? ഞാനാണ് വന്നത്. ഓക്കെ. നിങ്ങളെ വോയിസ് ക്ലിയർ ആവുന്നില്ല, റേഞ്ച് ഇല്ലാത്ത എടുത്താൻ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി അവിടെ നോക്കാം. ഇനി നിജി എന്ന് പറഞ്ഞ ആളെ മാത്രമാണ് ഇനി എനിക്ക് ലൈനിൽ കിട്ടാത്തത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും കിട്ടി. ഷഫ്ന ഹോസ്പിറ്റലാണ്, പക്ഷെ എന്നാലും അവളൊന്ന് സംസാരിച്ചു. നിജി ഹോസ്പിറ്റൽ കേസിലാണോ? നിജും ഹോസ്പിറ്റൽ കേസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പൊ ആരും വീഡിയോ ഒന്നും ഔട്ടാവില്ലേ. അപ്പം ആദ്യത്തെ ഒരു 7 days എന്നുള്ളത് ശരിക്കും ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ആണ്. ഇപ്പം അതായത് ഇന്നു മുതൽ നമുക്കൊരു അടുത്തൊരു മാസത്തിലേക്ക് കടക്കുന്നത് വരെ നിർബന്ധമായിട്ടും 12 മണിക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. കാരണം നമ്മൾ ഒരുപാട് കാലം ബ്രേക്ക് എടുത്ത ആളുകളാണ്. 2-3 തരത്തിലുള്ള ആളുകളാണ് ഇപ്പൊ നമ്മളെ സെഷനകത്ത് വന്ന്. ഒന്ന്, നന്നായിട്ട് കരിയർ ഗ്യാപ്പ് വന്നിട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടിലുള്ള ആളുകൾ. ഇവർ ഈ സ്റ്റേജിൽ നമ്മളൊന്ന് മാറ്റിയെടുക്കണം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. രണ്ടാമത്, ഏതെങ്കിലുമൊക്കെ കോഴ്സ് പഠിച്ചിട്ട് കോൺഫിഡൻസ് നഷ്ടമായി പോയി ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത ആളുകൾ. ഈ ഒരു ഗ്യാപ്പ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ള ഒരാൾക്കാരുണ്ടാവും. അപ്പൊ ഇവരൊക്കെ ഇവരുടെ നിലവിലുള്ള സ്റ്റേജിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു സ്റ്റേജിനകത്തേക്ക് നമ്മൾ കൊണ്ടുവരണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും വീഡിയോയിൽ അറ്റൻഡ് ചെയ്യണം. വീഡിയോയിൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ പ്രസന്റ് ചെയ്യാനുള്ള സ്കിൽ എന്ത് ചെയ്യും, പോയി കിട്ടും. ഓക്കെ, അതുകൊണ്ട് വീഡിയോയിൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ഞാൻ പറയാറുള്ളത് പോലെ സമയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ദിസ് മൊമെന്റ് വോണ്ട് കം ബാക്ക്. ഈ നിമിഷം ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനകത്ത് തിരിച്ചു വരില്ല. ഈ എന്നുള്ള ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ട് വേണം നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. ഇതിനെന്നല്ല, ഏതിനു വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ സമയത്തിന് എപ്പോഴും എന്ത് ചെയ്യാം, വിചാരിച്ച രീതിയിൽ എന്ത് ചെയ്യാം, പ്രാധാന്യം കൊടുക്കാം. ഈ 2026 അടിപൊളി ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സൂത്രങ്ങൾ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലും എൻ്റെ സെഷനിലേക്ക് എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാം. എൻ്റെ ക്ലാസ്സിനകത്ത് ഒരു സെഷനകത്ത് 1000-1500 അടുത്ത ആളുകളൊക്കെ ലൈവിൽ ഒരേ ടൈം അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പല ആളുകളും എൻ്റെ യൂട്യൂബിനകത്ത് ലൈവായിട്ട് എന്നെ കയറി കണ്ട് അറിയുന്ന ആളുകളുണ്ടാവും. സൂമിനകത്ത് ഇതേപോലെ തന്നെ 1000 ആളുകളൊക്കെ ഉണ്ടാവും ഒരേ ടൈമിൽ. അപ്പൊ ഈ ക്ലാസ്സുകളിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്,
സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്ന് പറയുന്നത്. ഇവർക്കൊക്കെ വേണ്ടി 2026 തുടങ്ങുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. 26 ഗംഭീരാവാൻ വേണ്ടിയിട്ട്. ഈ ഉപദേശങ്ങള് 2020 കാലഘട്ടത്തില് കൊറോണ എല്ലാവരും കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. കൊറോണ എങ്ങനെ ഉണ്ടായിരുന്നു? കൊറോണനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്താ എല്ലാവർക്കും? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കൊറോണ കൊറോണന്റെ ഒറ്റ വാക്കിൽ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കാണാം? ഉപ്പാക്ക് ജോലി പോയതോ, നിലവിലുള്ള ജോലി പിടുത്തം വിട്ടതോ, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ട മനുഷ്യനെ ഇല്ലാണ്ടാക്കിയ ഒരു സാധനം. എനിക്കും ഇതേപോലെ കൊറോണക്ക് സംഭവിച്ച വലിയൊരു നഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് എക്സ്പോർട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ലാവിഷായിട്ട് ജീവിച്ചെടുക്കുന്നതിന്റെ ഇടയിലാണ് കൊറോണ വന്നത്. നന്നായിട്ട് അടിപൊളിയായി ജീവിച്ചു പോകുന്ന എന്നെ കൊറോണ കൊണ്ടുപോയിട്ട് 1.5 കോടി രൂപയുടെ കടത്തിലേക്ക് എത്തിച്ചു. എത്ര? 1500 രൂപ അല്ല കേട്ടോ, 1.5 കോടി രൂപയുടെ കടം. രാത്രി പണക്കാരൻ, രാവിലെ ഫക്കീർ. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നും എടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ വന്നു. ഇതെന്റെ മാത്രം കഥയല്ല, കൊറോണ കാലഘട്ടത്തിൽ ഒട്ടുമിക്ക ആളുകളുടെയും കഥയാണ്. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചൊരു പാഠം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒന്നും ക്യാഷ് ഇല്ലാത്ത ദരിദ്രനായ ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് കൊറോണ കാലഘട്ടത്തിൽ. ശരിയാണോ? നാട്ടുകാർ വന്ന് കൊണ്ടുകൊടുക്കും, ഭക്ഷണം കൊണ്ടുകൊടുക്കും, വീടിനകത്തേക്ക് എല്ലാ സംവിധാനങ്ങളും കൊണ്ടുകൊടുക്കും, എല്ലാം ചെയ്ത് അവൻ എന്തായിട്ടുണ്ട്? ഹാപ്പി ആയിട്ട് ജീവിച്ചിട്ടുണ്ട്. ശരിയല്ലേ? സാമൂഹിക പ്രവർത്തകന്മാര്, നാട്ടുകാർ, ഇവർക്കൊരു പ്രശ്നമല്ല, എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. നല്ലോണം ക്യാഷ് ഉള്ളവന്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് അവന് ബുദ്ധിമുട്ടില്ല. അതും ശരിയല്ലേ? അവൻ എന്തും ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഇടയിൽ കുറച്ച് ആളുകളുണ്ട്, പാവമല്ല ക്യാഷും ഇല്ല. ഇതിനിടയിലുള്ള ആളുകൾ മിഡിൽ മാൻ എന്ന് പറയില്ല, എന്താ പറയാ? മിഡിൽ മാൻ. ഇവന് ചിലപ്പോ അത്യാവശ്യം വാർപ്പിന്റെ വീടുണ്ടാവും, ചിലപ്പോ വണ്ടികളൊക്കെ മുമ്പിലുണ്ടാവും, ഉള്ളില് തീയായിരിക്കും. ഇവന് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം ഇവന്റെ അഭിമാനം അതിന് സമ്മതിക്കത്തില്ല. ഇവന്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ള ധാരണയിൽ ആരും ഇവനൊന്നും കൊടുക്കത്തൂല. ഇതിൽ കൂടെ കുറച്ചാളുകളെങ്കിലും ഇതിനകത്ത് കടന്നു പോയിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയ ആൾക്കാരുണ്ടോ? ഉണ്ടോ? ചെറുതായിട്ടെങ്കിലും ഈ ഒരു ടേസ്റ്റ് അറിഞ്ഞ ആളുകള് പറയാറുണ്ട്, 2020 ശേഷം പട്ടിണി ഇല്ലാത്ത വീടുകള് കുറവാണെന്ന് പറയാറുണ്ട്. പക്ഷെ 2020 ശേഷം ഞാൻ മനസ്സിലാക്കിയത് പട്ടിണിയുള്ള കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ടെന്ന്. പക്ഷെ കണക്കെടുപ്പിൽ ഇവരാരും പുറത്തു വരാറില്ല. കാരണം ഇവന്റെ കയ്യിൽ വണ്ടിയുണ്ട്, ഇവന്റെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, പക്ഷെ ഉള്ളില് തീയാണ്. ഇടക്കാലഘട്ടത്തില് കേരളത്തിലെ മികച്ച ഒരു ട്രെയിനർ എന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യുവൻസ് ഒരു 250 രൂപ ഒന്ന് ഗൂഗിൾ പേ ചെയ്യണം എന്ന് പറഞ്ഞു. 250 രൂപ ഗൂഗിൾ പേ ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ 250 അല്ലേ, അപ്പം തന്നെ അയച്ചു കൊടുത്തു 250. അയാൾ ചോദിക്കുന്നതായിരിക്കും. രാത്രി എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് 250 വാങ്ങിയതേ ഭക്ഷണം കഴിക്കാനായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, കളവല്ല കേട്ടോ, ഇത് സത്യമായിട്ട് പറയണത്, ഇതിനകത്ത് ഒരു കളവില്ല. അപ്പൊ ആ ഒരു സാഹചര്യം എല്ലാവർക്കും ഉണ്ട്, അവര് പറയില്ല. ഇന്നത്തെ കാലഘട്ടത്തില് ജീവിക്കണമെങ്കിൽ കയ്യിൽ പൈസ തന്നെ വേണം. എത്ര ക്യാഷ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലത്തെ ക്യാഷ് തന്നെ വേണം. ഒരാളുടെ വരുമാന മാർഗം കൊണ്ട് ഒരു കുടുംബം ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകില്ല. ഉറപ്പല്ലേ? പോവില്ല. ഹസ്ബൻഡിന്റെ വരുമാനം കൊണ്ട് ഭാര്യയും കുടുംബവും മക്കളും മുന്നോട്ട് പോവില്ല. ഉപ്പാന്റെ വരുമാനം കൊണ്ട് ഒരു കുടുംബം മൊത്തം പോവില്ല. ഇനി അങ്ങനെ പോവുണ്ടെങ്കിൽ ആ മനുഷ്യൻ അത്രമേൽ കഷ്ടപ്പെടുന്നുണ്ടോ? ഡബിൾ ഡ്യൂട്ടി 3. ഞാൻ ഗൾഫിൽ നമുക്കൊരു കമ്പനി ഉണ്ട്. ഈ കമ്പനിയിലൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, മനുഷ്യൻ 18 മണിക്കൂറൊക്കെ കണ്ട് പണിയെടുത്തിട്ട് ഇങ്ങോട്ട് എല്ലും തോലോ. 18 മണിക്കൂർ. ഈ ഗൾഫുകാരൊക്കെ നിങ്ങൾ നോക്കി താടിയായിരിക്കും, എല്ലാവർക്കും താടി മീശൊക്കെ ഉണ്ടോ. നാട്ടിൽ കുട്ടപ്പന്മാരായി നടക്കുന്നവനും ഗൾഫിലെത്തിയ താടി മുടിയൊക്കെ ഉണ്ടോ. എന്തുകൊണ്ടറിയാം? ഇതിനൊന്നും നേരല്ല. അത്ര 24 മണിക്കൂറൊക്കെ പണിയെടുത്തിട്ടാണ് അത്രയും ഇടങ്ങാറായിട്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ, ഇയാളുടെ 18 മണിക്കൂർ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂറിലേക്ക് എത്തിക്കാൻ പറ്റും.
അങ്ങനെ എത്തിക്കണ്ടേ? വേണ്ടേ? വേണോ? അല്ല, ഇപ്പൊ അയാൾ എടുക്കുന്ന 24 തന്നെ വീണ്ടും എടുത്തോട്ടെ, ആ 36 ആക്കാനുള്ള പണിയാണ് നമ്മൾ വെക്കുക. 36 ആവും, നമുക്കൊരു കുട്ടികളുണ്ടാവുന്നു, നമുക്ക് വീണ്ടും ചെലവ് വരുന്നു. അപ്പൊ ഇയാള് ഗൾഫിലുള്ള ആളാണെങ്കിൽ അവിടെ കുടുങ്ങാണ്, നാട്ടിലുള്ള ആളാണെങ്കിൽ അവിടെ. ഇങ്ങനെ കഷ്ടപ്പാടിന്റെ നൂലാമാലകളായിരിക്കും മൊത്തത്തിൽ വരിക. അപ്പൊ 2020 കഴിഞ്ഞ് ഇങ്ങനെ കൊറോണ കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഒരു ദിവസം, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിനകത്ത് കളവുണ്ടാവില്ല, വേറെ ആളെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് മസാല ഒക്കെ ചേർത്ത് പറയേണ്ടി വരും. ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പണക്കാരനായി ജീവിച്ച് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എന്തായി, ടിം എന്ന് പറഞ്ഞിട്ടാണ് വീണു. 1.5 കോടി രൂപ കടം. ഈ പ്രതിസന്ധി ജീവിതത്തെ പഠിപ്പിച്ച പല തോട്ടുകളുണ്ട്. സേവ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട്, ലൈഫിൽ സക്സസ് ആവുന്നതിനെ പറ്റിയിട്ട്, ആത്മഹത്യയെ പറ്റിയിട്ട്, മനുഷ്യന്മാരുടെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങള്. ഒരു വലിയൊരു 1.5 കോടി രൂപ പഠിച്ചിട്ട് ഒരു പ്രീമിയം MBA കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ കിട്ടുക, അതൊക്കെ എനിക്ക് കൊറോണ കാലഘട്ടത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനും, ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിക്കോഷൻ എടുക്കായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് പൈസേന്റെ മുകളിൽ കിടന്നുറങ്ങിയത് കൊണ്ട് നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ അടിപൊളിയായിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും നമ്മൾ സ്റ്റക്ക് ആവുന്ന ഒരു സമയം വരും. ആ സമയത്തേക്ക് നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ജോലി വേണം. ജോലിന്റെ ആവശ്യം എന്തൊക്കെയാ? ഒന്ന്, നമ്മുടെ കാര്യങ്ങൾ ആരോടും ചോദിക്കാതെ മുന്നോട്ട് പോകാൻ. 2, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ വരുമാനം ഇല്ലെങ്കിൽ കുടുംബം സ്റ്റക്ക് ആവാതിരിക്കാൻ. 4 ആളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഇല്ലാതിരിക്കാൻ. എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ജോലി പല രീതിയിലായിരിക്കും പല ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുക. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നല്ല കോട്ടിട്ട സുന്ദരമായിട്ടുള്ള ഒരു ജോലി ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഈ കോട്ടിട്ടതുകൊണ്ട് മാത്രം നമ്മളെ ഹാപ്പി ആണോ? ഷംന? നല്ലൊരു കോട്ടും കാര്യങ്ങളും ഇട്ടോണ്ട് മാത്രം നമ്മൾ ഹാപ്പി ആണോ? മാസം സാലറി തരുന്നില്ല, എല്ലാ ദിവസവും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ പോയാൽ മതി, സാലറി ഒന്നും തരുന്നില്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആണോ? അത്രമേൽ എന്താക്കണം, ഇതിനെ ഒരു പാഷനായി നടന്നു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എന്നോട് പറയാണ്, ഒരു 48 മണിക്കൂർ ട്രെയിനിങ് എടുക്കുന്നത്, ഞാൻ വെള്ളം പോലും കുടിക്കാതെ ട്രെയിനിങ് എടുക്കും. അത് എന്റെ പാഷനാണ്. അതിന് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എടുക്കും. അത്രമേൽ പാഷനായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞു വരും. പക്ഷെ ജോലി ഇല്ലാതെ പാഷന് പുറത്ത്, വരുമാനം ഇല്ലാതെ പാഷനായി ജീവിക്കാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് ജോലി? ഒന്ന്, നിങ്ങൾക്ക് സെറ്റ് ആവാൻ, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വരുമാനം മുട്ടുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ, നമ്മളെ സ്റ്റാറ്റസ്, നമ്മളെ കൺസിഡർ ചെയ്യുന്ന അംഗീകാരം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ജോലി നമുക്ക് നിർബന്ധമാണ്. ഇനി ജോലി ഇല്ലാത്ത ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഹസ്ബൻഡിന് പണി പോയി, അല്ലെങ്കിൽ ഉപ്പാക്ക് പണി പോയി, ഏട്ടന് പണി പോയി, എന്തായിരിക്കും അവസ്ഥ? ഒരു 4 അംഗ കുടുംബമുണ്ട്. ഈ പറഞ്ഞ ആളുകൾക്ക്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക്, ഇത് ഓരോന്നും നഷ്ടപ്പെട്ടാലേ ഓരോന്നും ഓർമ്മ കാണത്തുള്ളൂ കേട്ടോ. ഓരോന്നും നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? ലൈഫിൽ ഓരോ നഷ്ടങ്ങൾ. ഇപ്പൊ 2000 ഇയർ ഞാൻ പറയുന്നില്ല, ഈ റിപ്പബ്ലിക് ഡേ അല്ലേ ഇന്നലെ? റിപ്പബ്ലിക് ഡേയില് എന്റെ ലൈഫിനകത്ത് ഏറ്റവും വലിയ നഷ്ടം എന്താ അറിയാം? എന്റെ ഉമ്മ മരണപ്പെട്ടതാണ്. എന്റെ ഉമ്മ മരണപ്പെട്ടത് എനിക്ക് റിപ്പബ്ലിക് എന്ന് കേൾക്കണ പേടിയാ. എന്റെ മൈൻഡിനകത്ത് കയറി ഇന്നലെയാണ്, ഇന്നലത്തെ ദിവസം എനിക്ക് ആ ഒരു ദിവസം എന്ത് ചെയ്താലും എനിക്ക് പേടിയാ. കാരണം എന്താ? ലൈഫിനകത്ത് നമ്മൾ എത്രമേൽ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവും, അയാൾ നമ്മളെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു വിചാരിച്ച ഒരാള്, അയാളാണ് മരണപ്പെട്ട ദിവസം. മൊത്തം തകർന്നടിഞ്ഞൊരു ദിവസമാണ് ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മളെ കാലക്കാലം കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്നു മുതൽ നമ്മൾ സ്റ്റക്കായി പോകും. അങ്ങനെയുള്ള സ്റ്റക്ക് അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ഒരു ജോലി, നല്ലൊരു പ്രൊഫഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു നോളജ് ഉള്ള സ്കില്ല്, ഒരു നോളജോ ഒരു സ്കില്ലോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇങ്ങനത്തെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. കൊറോണ കാലഘട്ടത്തിൽ ഞാൻ പിടിച്ചിരുന്നത് എന്റെ വിദ്യാഭ്യാസം, ഞാൻ പഠിച്ച കോഴ്സുകൾ, ഞാൻ പഠിച്ച സ്കില്ല് ഉപയോഗിച്ചിട്ടാണ്. അത്ര വലിയ കോടികൾ കടം വന്നിട്ട് ഞാൻ പിടിച്ചിരുന്നത്.
അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം ഒന്നും സംഭവിക്കാനൊന്നുമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു കോഴ്സ് ഉണ്ട്, നിങ്ങൾ പഠിച്ചെടുത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ജീവിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ട് മൊത്തം ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ 3 മാസം കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓഫീസ് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്താണോ ചെയ്യാൻ വിചാരിക്കുന്നത് അതിനകത്തേക്കുള്ള സ്കില്ലിനെ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യും? കുറെ ടോപ്പിക്കുകൾ പഠിപ്പിച്ചിട്ട് മൂർച്ച കൂട്ടും. ഈ മൂർച്ച കൂട്ടുന്ന സമയത്ത് ഒരുപാട് അസൈൻമെന്റുകൾ, ടാസ്കുകൾ, വർക്കുകൾ ഒക്കെ നിങ്ങൾക്ക് തരും. എന്തിനാണെന്നറിയോ? നിങ്ങളെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ. ചില സമയത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ എടുത്ത് സംസാരിക്കാനുള്ള ഒരു ടാസ്ക് ആയിരിക്കും തരുന്നത്. ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരിക്കും നിങ്ങൾക്ക് തരാം. അപ്പൊ എല്ലാവരും ഗ്രൂപ്പിനകത്ത് ആക്റ്റീവായിട്ട് പറയണം. നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ സ്വയം എന്ത് ചെയ്യണം? ഞാൻ ഇന്ന ആളാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഈ ഒരു കോഴ്സ് കൊണ്ട് പഠിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ വന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. കഴിയോ? നടക്കോ? 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 പറയ്. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യല്ല, എന്തായാലും നടക്കണം. ഈ പറഞ്ഞുതരാം. ഞാൻ ഇപ്പം പറഞ്ഞ ടാസ്ക് ഇല്ലേ, അതായത് ക്യാമറ ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, നമ്മളെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കുന്നു. ഇതാണ് ലോകത്തില് മരണഭയം കഴിഞ്ഞു കഴിഞ്ഞാല് ലോകത്തുള്ള ഏറ്റവും വലിയ പേടി ക്യാമറയുടെ മുമ്പിൽ വരലാണ് എന്ന് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എപ്പോ മനസ്സിലാവുന്നല്ലോ? ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വീഡിയോ അയക്കാൻ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ആ വീഡിയോ അയക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓഹ് ഇത് വല്ലാത്തൊരു പണിയാണല്ലോ എന്നുള്ളത്. നടക്കുമോ? നടക്കണം. കോളായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ? കഴിഞ്ഞ ദിവസം നമുക്ക് UAE ഒരു ഇന്റർവ്യൂ ഉണ്ടായ സമയത്ത് ഞങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പം ഇന്റർവ്യൂക്ക് മുന്നോടിയായിട്ട് ഇവനോട് ആദ്യം പറഞ്ഞെന്താ അറിയോ? അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് നോക്കിയിട്ട് അവിടുത്തെ ജോലി എന്താണ് എന്നുള്ളത് ഇവൻ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയ ജോലി പറ്റിയിട്ട് ഇവനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അവർക്ക് ആദ്യം അയച്ചു കൊടുക്കണം. ആ വീഡിയോ അയച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇന്റർവ്യൂ പോലും അവരെ പ്ലാൻ ചെയ്തു തരും. ഇതിൽ തന്നെ 18 ആളുകൾ അപ്ലൈ ചെയ്തത് 12 ആളുകൾ ഔട്ടായി. അതായത് നാളെ ചെയ്യാം, അരമണിക്കൂർ കൊണ്ട് ചെയ്യാം, പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അവരുടെ ഡെഡ് ലൈൻ എന്ത് ചെയ്തു? കഴിഞ്ഞു. അപ്പം ഇതാണ് കാലഘട്ടം. മാത്രമല്ല ഇന്നത്തെ ഒരു ജോലിയുടെ ഒരു അവസ്ഥ ഉണ്ടാവും. എല്ലാം വീഡിയോയിലാണ്. കണ്ടില്ലേ? എല്ലാ കോഴ്സും വീഡിയോയിലല്ല. നിങ്ങൾ പലപ്പോഴും ഇവിടെ എത്തിയത് പോലും വീഡിയോയിലാണ്. ആണോ? ആണോ? അല്ലേ? നിങ്ങളെ അറിയുന്ന ആളുകളൊക്കെ ഇപ്പൊ യൂട്യൂബിനകത്ത് കയറിയില്ലേ, ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറിയില്ലേ, സംസാരിക്കാൻ തുടങ്ങിയില്ലേ? ഡ്രസ്സ് വെക്കുന്ന ആളുകൾ ഇൻസ്റ്റ കയറി സംസാരിച്ചില്ലേ? പാല് വെക്കുന്നവൻ ഇൻസ്റ്റാഗ്രാം കയറി സംസാരിച്ചില്ലേ? യൂട്യൂബിൽ കയറി സംസാരിച്ചില്ലേ? അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്കില്ലുകളും കൂടി എന്ത് ചെയ്യണം? നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞത് നിങ്ങളെ പറ്റിയിട്ട് ഇത് നമുക്ക് 2-3 ദിവസം ഇങ്ങനെ തുടരും. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവാം. ഏറ്റവും ബുദ്ധിമുട്ടേറിയ മരണഭയം കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം കുറിച്ച് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പബ്ലിക് സ്പീക്കിംഗ് ആണ് നിങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം എല്ലാവരും 2 മിനിറ്റിൽ കുറയാത്ത രീതിയിൽ ഒരു വീഡിയോ, വലിയ ക്ലാരിറ്റി വേണമെന്നൊന്നും പറയില്ല കേട്ടോ. നിങ്ങളിപ്പം പൊളിഞ്ഞോണ്ടിരിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ ഫോണ് മതി, ഒരു ക്ലാരിറ്റിയും വേണമെന്നൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യണം? നേരെ പിടിക്കാം, ക്യാമറ നോക്കാം. ഇവിടെ ഉണ്ട് ക്യാമറ, ഈ ക്യാമറ നോക്കാം, ഫ്രണ്ട് ക്യാമറ. അവിടെ നോക്കിയിട്ട് എന്റെ പേര് ഇപ്പൊ ഉദാഹരണമാണെങ്കിൽ എന്റെ പേര് ഷംന ജാസ്മിൻ, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ഞാൻ CS കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോ GCASTROയിലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലൂടെ 3 മാസം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ജോലിയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? 2 മിനിറ്റ് ആണ്, 1 മിനിറ്റ് മതി. ആദ്യത്തെ 2 മിനിറ്റ് ആകുമ്പോൾ ഭയങ്കര ടാസ്ക്, ഒരുപാട് പറയാനുണ്ടാവില്ല. പക്ഷെ മിനിമം, ഏറ്റവും മിനിമം 1 മിനിറ്റ് എങ്കിലും ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക്, നിങ്ങളുടെ സഹപാഠികൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇന്ന ആളൊക്കെയാണ്, ഇയാളുടെ ഉദ്ദേശം ഇങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത് നിർബന്ധമായിട്ടും ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ആയിട്ട് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യണം. റെഡിയാണോ? ഇന്നാണ് ഇന്നത്തെ ജസ്റ്റ് തുടക്കം. ഇങ്ങനെയാണ്. അപ്പൊ ജോലി, എന്തുകൊണ്ടാണ് ജോലി ഇമ്പോർട്ടന്റ് എന്ന് നമ്മൾ പറഞ്ഞു. പണ്ടത്തെ കാലഘട്ടത്തിലെ ജോലി സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നു. ഒരു 10 മൊത്തത്തിൽ എല്ലാ ബ്രാഞ്ചിലാവുന്ന സമയത്ത്
എനിക്കും എന്റെ സ്വന്തം ബിസിനസ്സുകൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു 10-200ഓളം ആളുകൾ എന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 200 ആളുകളും വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ട ജോലി, അവർക്ക് വേണ്ട മാർക്കറ്റിംഗ് കാര്യങ്ങൾ അവർ തന്നെ വീഡിയോയിൽ സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇന്നത്തെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജോലി നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ സാധനമാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, അവിടെയുള്ള ജോലി സാഹചര്യം ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റിന് പ്രസക്തിയുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് പ്രസക്തി എപ്പോഴേ ഉള്ളൂ. ഇത് സബ്ജക്റ്റിനെ കുറിച്ച് ഭയങ്കര നോളജ് ഉണ്ട്, ഒരാൾക്ക് സംസാരിക്കാൻ അറിയില്ലെങ്കിലോ ജോലി കിട്ടുമോ? ഏറ്റവും കൂടുതൽ ജോലി ഇല്ലാതെ ഏറ്റവും കൂടുതൽ വയന്ന് നടക്കുന്ന ആളുകൾ ഡോക്ടർമാരാണ് കൂടുതൽ, എണ്ണത്തിൽ ഡോക്ടർമാരാണ് കൂടുതൽ, പിന്നെ എഞ്ചിനീയർമാരാണ്. അറിയോ, കണക്കുകളാണ് പറഞ്ഞത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഡോക്ടർമാര്, മറ്റൊന്ന് എംടെക്കാര്. നല്ല എംടെക്കാര്, ബിടെക്കിന്റെ മോഡലുള്ള ആളുകളാണ് എംടെക്കാര്. ബിടെക്കാർക്ക് പിന്നെ ജോലിയുണ്ട്. എംടെക്കാര് ഇവരെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ കാണുന്ന അവരുടെ ഒരു ഔട്ട്ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലില്ല. എന്നാൽ ഇവർക്ക് സബ്ജക്ട് നോളജ് ഉണ്ട്. സബ്ജക്ട് നോളജോടൊന്നും മാത്രം ആൾക്കാർക്ക് കാര്യമില്ല. സബ്ജക്ട് നോളജ് നമുക്ക് എന്താക്കാൻ പറ്റും? ആറ്റിറ്റ്യൂഡ് ഉള്ളവൻ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാലോ. ആദ്യം തന്നെ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മളെ ഈ ഒരു ബാച്ചിനകത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഫസ്റ്റത്തെ ബാച്ചിൽ 13 ആളുകളും രണ്ടാമത്തെ ബാച്ചിനകത്ത് കുറച്ച് 10-26 ആളുകളുണ്ട് ഫെബ്രുവരിയിലുള്ള. അപ്പൊ ആദ്യം ജോലി ആർക്ക് വേണം എന്ന് തീരുമാനിക്കുന്നത് എപ്പം ജോയിൻ ആവുന്നതനുസരിച്ചാണ്. അപ്പൊ നിങ്ങളിപ്പം ആദ്യത്തെ നിമിഷത്തിൽ നിങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുത്തു, പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ തീരുമാനം എടുത്തു. ആ ഒരു തീരുമാനം നല്ലതായിരിക്കും. ആദ്യമായിട്ട് കമ്പനിയിൽ ജോലിക്ക് കയറുന്ന ആളുകളും നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ടാസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഈവനിങ്ങിനുള്ളിൽ ഒരു സമയം വെക്കാം, ഒരു ഡെഡ് ലൈൻ വെക്കാം. അപ്പോഴേ ആ ഒരു സമയത്തിനുള്ളിൽ തീരുള്ളൂ. 5 മണി, വൈകുന്നേരം 5 മണിക്കുള്ളിൽ 1 മിനിറ്റിൽ കുറയാത്ത രീതിയിലുള്ള നിങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അയക്കണം. ഞാൻ പറഞ്ഞു ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമാണ്, പക്ഷെ നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പ് ഭയങ്കരമായിട്ട്. ഈ സ്റ്റെപ്പ് എടുക്കുന്നതോടുകൂടി തന്നെ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ജോലി ആയി തന്നെയാണ്. കാരണം നിങ്ങൾ അതിന് റെഡിയാണ്, എന്തിനും റെഡി നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ അങ്ങോട്ട് ഇട്ടാൽ മതി. എഡിറ്റിങ്ങും AI ഫീച്ചേഴ്സും അക്കൗണ്ട്സും ഒക്കെ നമ്മൾ വീഡിയോ ഗ്രൂപ്പിലിട്ടാൽ മതിയോ? ഗ്രൂപ്പിലിട്ടാൽ മതി, ഗ്രൂപ്പിലാണ് ഇടേണ്ടത്. ഇതിനെക്കാട്ടിലും വലിയൊരു ടാസ്ക് ഞാൻ പറഞ്ഞുതരട്ടെ. ഈ ഇട്ട വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പറയില്ല കേട്ടോ, അതൊന്നും ഞാൻ പറയൂല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതാണ് മനുഷ്യൻ. ഞാൻ പറഞ്ഞ ഭയം കണ്ടില്ലേ? മരണഭയം കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്ത ഭയം എന്താ? പബ്ലിക്ലി. ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഇടുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, എല്ലാവരും നമ്മളെ പോലത്തെ ആൾക്കാരാ. ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് അങ്ങനെ വലിയ ടാസ്ക് ഒന്നും തരൂല കേട്ടോ. എന്നാലും പറയാം, ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ചിലപ്പോ എന്തായിരിക്കും? ഇതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു ആയിഷന്റെ കഥ പറഞ്ഞുതരാം. ഞങ്ങളടുത്ത് പഠിച്ചിട്ടുള്ള ഒരു ആയിഷന്റെ കഥ. ഞങ്ങളടുത്ത് GSTയുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. GSTന്റെ ഒരു കോഴ്സ് പഠിച്ചാൽ എന്താണ് കിട്ടുക എന്നുള്ളതാണ്, പഠിച്ചിട്ടില്ലെങ്കിൽ എന്താവുക എന്നുള്ളതിനെ കുറിച്ചുള്ള മലപ്പുറം ജില്ലയിലെ ആയിഷയാണ്, മക്കരപ്പറമ്പിലുള്ള ആയിഷ. ബാക്കിയുള്ള ഡീറ്റെയിൽ ഞാൻ പറയണില്ല. 2 കൊല്ലം മുമ്പ് എൻ്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ കണ്ടിട്ടാണ് ഇവൾ എൻ്റെ കോഴ്സിന് ചേർന്നത്. ഞാൻ പലപ്പോഴും എല്ലാ സ്ഥലങ്ങളും പറയാറുണ്ട്, ആയിഷയുടെ പെർമിഷനോട് കൂടി തന്നെ പറയാം. പക്ഷെ പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാറില്ലെങ്കിലും ആയിഷ എന്നുള്ള പേര് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. ഇവള് 2 കൊല്ലം മുമ്പ് എൻ്റെ ഒരു അക്കൗണ്ടിങ് കോഴ്സിന്, അതിനകത്ത് വലിയ എമൗണ്ടുകളൊന്നും ഇല്ല, ചെറിയ എമൗണ്ടുകളൊക്കെ ഉള്ള എനിക്കൊരു ചെറിയ കോഴ്സാണ്. ഒരു 2-3 വീക്സിന്റെ 1 വീക്കിന്റെ കോഴ്സാണ്. GSTയുടെ ഒരു കോഴ്സ്. അതിന്റെ ഫീസ് 7,500 ആയിരുന്നു ആ ഒരു കോഴ്സിന്റെ സമയത്ത്. ഈ സമയത്ത് ആയിഷയുടെ ഒക്കെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, 1 ജോലിയില്ല, 2 വീട്ടില് ഫുള്ള് പ്രശ്നം, കടം, ദാരിദ്ര്യം. ഉള്ള ഭർത്താവാണെങ്കിൽ മുഴുക്കുടിയൻ എന്ന് പറഞ്ഞാൽ കുടിക്ക അടിക്ക, വേറെ പണിയൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ കുടിച്ച് ഫുള്ള് അടിച്ചു വരിക. ചെറിയ പൈതലിനെ 3 വയസ്സുള്ള കുട്ടിനൊക്കെ അടിച്ചിങ്ങോട്ട് പരിപ്പെടുക്കുക. എന്റെ ഫോട്ടോ ഒക്കെ എന്റെ ഫോണിലുണ്ടായിരുന്നു അന്ന്.
മുഖത്തടിച്ചിട്ട് ഇങ്ങനെ നീല കളർ ഇങ്ങനെ വന്നിട്ടോ. ഏത് 3 വയസ്സുള്ള കുട്ടിക്ക് എന്തറിയാം? അവന് മുഖത്തടിച്ചിട്ട് ഇവിടെ നീല പാടുകൾ ഇങ്ങനെ ഉണ്ട്. ഫോട്ടോ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആയിഷ. ഈ ഒരു നിൽക്കുന്ന ഒരു വീട്ടമ്മ, 3 കുട്ടികള്, മൂത്താള് എനിക്കൊന്ന് 8 വയസ്സ്, പിന്നെ ഒക്കെ അതിന്റെ താഴത്തുള്ള ആള്, ഇവർക്കൊക്കെ കിട്ടും, ആയിഷക്കും കിട്ടും. ആയിഷക്ക് പറയും അടി കിട്ടിയ സ്ഥലം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല സാറേ എന്ന് പറയും. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന ആയിഷ GST കോഴ്സിന് സാറേ ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് കണ്ട് എനിക്ക് ഈ കോഴ്സ് ഒന്ന് പഠിക്കണം, നല്ല ആഗ്രഹമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ പേ നമ്പർ 7,500 അടച്ചോളൂ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോഴാണ് ഇവള് പറഞ്ഞത് സാറേ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞാലേ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നു, ക്യാഷ് ഇല്ലായിരുന്നു. അവന് ക്യാഷ് ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ക്യാഷ് ഇല്ലെങ്കിൽ ജോയിൻ ചെയ്യണ്ട. നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും? ഇയാള് പറടാ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറ. ക്യാഷ് ഇല്ലെങ്കിൽ ജോയിൻ. ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട്, അവൾക്കറിയാം GST കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, എന്തെങ്കിലും സ്വയം വരുമാനം ഉണ്ടാവും എന്നൊക്കെ അറിയാം. അങ്ങനെ വന്ന് 1500 ഇല്ലെങ്കിൽ പഠിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അവസ്ഥയിലെങ്കിൽ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് എന്താ വിചാരിക്കുക? ഒന്ന് ഇന്ററാക്റ്റീവ് ആവും മനുഷ്യന്മാരെ. എന്തായിരിക്കും എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക? ക്രൂരൻ? പിന്നെ പറ, കണ്ണ് ചേരില്ലാത്ത പറയടാ, അൺമ്യൂട്ട് ചെയ്ത് പറ. ഷംന എന്താ പറയാ? റിസിൽ എന്താ പറയാ? നീതു എന്താ പറയാ? ഈ ഇങ്ങനെ സാഹചര്യം മനസ്സിൽ പൈസ ഇല്ലാത്ത ഒരാൾ വന്നിട്ട് അയാളുടെ പൈസ വെച്ച് എന്താ പറയാ? എന്താ പറയടാ? അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല? ഒരു അഭിപ്രായം പറയും. നിങ്ങൾക്ക് ഒന്നുമില്ലേ? നല്ലതായി, അങ്ങനെ തന്നെയാണ് വേണ്ടത്, കുറച്ചുകൂടി ക്യാഷ് കൂടുതൽ വാങ്ങിക്കണം, അങ്ങനെ അഭിപ്രായമുള്ള ആളുകളാരാ? അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കായിരുന്നു, അങ്ങനെ അഭിപ്രായമുള്ള ആളുകളാരാ? ഹലോ ഹലോ ഫർസാന്റെ അഭിപ്രായം എന്താ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ പോകുന്ന ഒരാളുടെ ക്യാഷ് വാങ്ങുന്നതിൽ ഫർസാന്റെ അഭിപ്രായം എന്താ? ഹെൽപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ കയ്യെന്നെടുത്ത് ഹെൽപ്പ് ചെയ്തൂടെ വിചാരിക്കും. ഹെൽപ്പ് ചെയ്തൂടായിരുന്നു അല്ലെ? ഓക്കെ, ഷംനക്ക് എന്താ അഭിപ്രായം? അവളെ ഹെൽപ്പ് ചെയ്യണം എന്നാണോ, അതല്ല ക്യാഷ് അടുപ്പിക്കണം തന്നെയാണോ? ഹെൽപ്പ് ചെയ്യണം എന്നാണ്. പൂർണ്ണമായിട്ടും പൈസ വിട്ടുകൊടുക്കണോ, ഡിസ്കൗണ്ട് കൊടുക്കണോ, എന്തായിരിക്കും നിങ്ങളൊരു ഒപ്പീനിയൻ? അങ്ങനെയുള്ളൊരു സാധനം ഡിസ്കൗണ്ടെങ്കിലും കൊടുക്കണം. ഡിസ്കൗണ്ടെങ്കിലും കൊടുത്തിട്ട് അവളെന്ത് ചെയ്യണം? ഹെൽപ്പ് ചെയ്യണം. ഞാൻ ജോലി ക്രൂരനാണല്ലോ, കിട്ടുമ്പോ ബാക്കി ക്യാഷ് കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഡിസ്കൗണ്ട് ആക്കി അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു അല്ലെ? ഓക്കെ, അപ്പൊ ഇവള് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നീട് ഇവള് പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നു, എന്റെ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, എന്റെ വൈഫിന്റെ നമ്പർ തരാം, അവരോട് സംസാരിച്ചോളി പറഞ്ഞു. പിന്നീട് ഗേൾസിന്റെ അവസ്ഥ അല്ലേ, പിന്നെ അവർ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വൈഫിനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞു. വൈഫിനോട് പറഞ്ഞു നമുക്കൊരു കഥയായിട്ട്, സ്റ്റോറി ആയിട്ട്, ഇതിലുള്ള കഥയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇത് എങ്ങനെ യൂസ് ആവും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് സ്റ്റോറി പറഞ്ഞത്. അപ്പൊ വൈഫിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പഠിച്ചു, മനസ്സിലാക്കി. അപ്പൊ വൈഫിനോട് പറഞ്ഞു ഇവളെ കയ്യിൽ നിന്നെങ്ങാനും നിങ്ങൾ ക്യാഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ കുടുംബം കൊട്ടടക്കയായി പോകും. ആദ്യമായിട്ട് കേട്ടൊരു വാക്ക് വൈഫിന്റെ അടുത്താണ്, നമ്മുടെ കുടുംബം കൊട്ടടക്കയായി പോകുന്നു. അതിന്റെ അർത്ഥം, ഇന്നർ മീനിങ് ഒന്നും എനിക്കറിയില്ല. അതായത് നമ്മൾ ഇല്ലാണ്ടാവും എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? കൊട്ടടക്കാവെന്ന് പറയുമ്പോ ആ ലാംഗ്വേജ് ആദ്യം അവസാനമായിട്ട് കേട്ട വൈഫിന്റെ അടുത്താണ്. അവളുടെ അടുത്ത് എന്ത് ചെയ്യരുത്, ക്യാഷ് വാങ്ങിയത്. അപ്പൊ ഞാൻ വിട്ടില്ല, എന്താ പൈസ ഇട്ടാത്ത ഒരു പരിപാടിയില്ല. പിന്നെ കണ്ടീഷൻ ഇതാണ്, ഞാൻ പറഞ്ഞു ക്യാഷ് വേണം, എവിടുന്നെങ്കിലും കടം വാങ്ങി വരാൻ പറയും. കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കൊടുക്കാം. ഇതായിരുന്നു എന്റെ ഇത്. 2-3 ഉദ്ദേശമുണ്ട്. ഒന്ന്, ഇവൾക്ക് ഞാൻ ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതിനെന്ത് ചെയ്യില്ല, ഇതിന് വില കാണത്തില്ല. അപ്പൊ ഇവള് എവിടെ നിന്നൊക്കെയോ ക്യാഷ് ഒപ്പിച്ച് ഈ ക്യാഷ് ഇവൾ അടച്ചു കഴിഞ്ഞു. ഒരാഴ്ചയുടെ ക്ലാസ് ആണ്, ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ. അതിന്റെ ഇടയിൽ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിലൊക്കെ ആയിഷ വീഡിയോ ഒന്നൊക്കെ പോകും. വീഡിയോ ഒന്ന് പോകുമ്പോൾ ഞാനത് ഊഹിക്കണം, മറ്റേയാളെ വന്നിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. അത് എന്നോട് പറഞ്ഞാണ് ഞാൻ വീഡിയോ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ സാറേ എനിക്ക് വീഡിയോ തന്നെ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇനി അഥവാ ഞാൻ വീഡിയോ ഒന്ന് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്ര കഷ്ടപ്പാട് ഇടങ്ങറാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്തു, ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പൈസ ഒക്കെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവളുടെ ഒരു പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോപ്പ് പോലെ ഡിറ്റർജൻസ് ഒക്കെ ഇല്ലേ, ഇങ്ങനെ നാട്ടിലൊക്കെ കുറെ താത്താരൊക്കെ ബിസിനസ് ചെയ്യുന്നതാണല്ലേ, സോപ്പ് ഡിറ്റർജൻസ് ഒക്കെ വിട്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ കൊടുത്തിട്ട് ഈ പരിപാടികള് ഓൺലൈനിലായിട്ട് ചെയ്ത് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അയൽവാസികൾക്കൊക്കെ കൊടുത്ത് അയൽവാസികളൊക്കെ എല്ലാവരും നല്ലോണം സഹായിക്കും ഇവരുടെ ഈ അവസ്ഥ കണ്ടിട്ട്. കടകളിലൊക്കെ ഇവള് സപ്ലൈ ചെയ്യാൻ വേണ്ടി പോകും. എന്നിട്ട് കടയിൽ നിന്ന് ക്യാഷ് വാങ്ങത്തില്ല. കടയിൽ ഒരു 2 സാധനം കൊടുത്തിട്ട് ക്യാഷ് വേണ്ട അവിടെ വെച്ചോളൂ, അടുത്ത സാധനത്തിന് ആ സമയത്ത് തന്നെ. കാരണം ഈ ക്യാഷ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ ഉപയോഗിക്കാം? ഹസ്ബൻഡ് ഇതെടുക്കും, എടുത്തിട്ട് പോയി കുടിക്കും, കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആർക്കെന്നെ ഇവൾക്ക് തന്നെ കിട്ടുക. അതുകൊണ്ട് ഇയാൾക്ക് കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ പോയ ആയിഷ എന്ത് ചെയ്തു, അവക്ക് GST എടുക്കാൻ വേണ്ടിയിട്ട് GST സ്വന്തമായിട്ട് ക്ലാസ് ഇങ്ങനെ അവൾക്ക് സ്വന്തമായി GST എടുത്തു. പോകുന്ന കടയിൽ പതുക്കെ പതുക്കെ GST എടുത്തു കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 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 ആയിഷന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു. ഇപ്പം നിലവിൽ 20ഓളം ക്ലയൻസ് ആയിഷക്ക് ഉണ്ട്. 20ഓളം ആളുകളുടെ GST ആയിഷ ഫയൽ തീർക്കുന്ന. ആയിഷന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് ആണ്. ചെയ്തു കൊടുക്കുന്ന പണി GSTയുടെ വർക്കും അക്കൗണ്ട്സിന്റെ വർക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം ആയിഷയുടെ ഒരു പൊസിഷൻ 50-60,000 രൂപ മന്ത്ലി എന്നുണ്ട് ഈ ഇനത്തിൽ ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ ഓഫ്ലൈൻ സ്ഥാപനത്തിലൊന്നും ആൾക്കാരെ ആയിഷ ഇടയ്ക്ക് വരാറുണ്ട് ഇങ്ങോട്ടേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10ാം ക്ലാസ് യോഗ്യതയുള്ള ലൈഫിന്റെ ഏറ്റവും എക്സ്ട്രീം പോയിന്റ് ഉള്ള ഒരാള് ഈ രീതിയിലേക്ക് എത്തി. കഥ ഇവിടെ ഒന്നും അവസാനിച്ചില്ല കേട്ടോ. 6 മാസം മുമ്പ് ആയിഷ എന്നെ വിളിക്കണ്ടേ, സാർ ഒരു കിഡ്നി കിട്ടുമോന്ന് ചോദിച്ചിട്ട്. ഇവരുടെ മതണം പടച്ചന്റെ പരീക്ഷണാണ് കിഡ്നി കിട്ടുമെന്നുള്ളത്. ഇതിന്റെ ഇടയിൽ ആയിഷക്ക് ക്യാഷ് കിട്ടിയ സമയത്ത് ആയിഷ ഈ കള്ളുകുടിയനായ ഭർത്താവിനെ തിരൂരിലൊരു സെന്റർ ഉണ്ട്. തിരൂരുകാർ ആരും ഉണ്ടല്ലോ ഇവിടെ? തിരൂരുകാരോടോ അല്ലേ? ആരാ തിരൂരുള്ള? ഷബീല, തിരൂരിലൊരു സെന്റർ ഇല്ലടാ ഈ കള്ളുടിക്കുന്നവരൊക്കെ ഇട്ട് ഇതാക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. തിരൂരിലൊരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ടു ആയിഷ ഇയാളെ. എന്നിട്ട് അന്നൊക്കെ കൊണ്ട് 2 മാസത്തിലേക്ക് 80,000 രൂപ എന്തോ ഉണ്ട്. അത് കൊടുത്തിട്ട് ഈ പാവം ഹസ്ബൻഡിനെ കള്ളുകൂടി മാറ്റി. എന്തുകൊണ്ടാ? പൈസ ഉള്ളതുകൊണ്ടാ. പൈസ ഇല്ലാത്തവനക്ക് 60,000-70,000 കൊടുത്തിട്ട് ഈ കേന്ദ്രത്തിൽ പോയി മാറ്റാൻ കഴിയോ? അങ്ങനെ അയാൾ അടിപൊളി ലൈഫ് സെറ്റിലേക്ക് തിരിച്ചു വന്നു. ജീവിതത്തിന്റെ എല്ലാ കള്ളുകുടിയും കാര്യങ്ങളൊക്കെ മാറ്റി ലൈഫിലേക്ക് സെറ്റായി വന്നു. അയാളും അവളും കുട്ടികളൊക്കെ ആയിട്ടാണ് എൻ്റെ അടുത്ത് വരിക. പലപ്പോഴും ഒരു പെരുന്നാളിന്റെ തലേന്ന് എന്നെ വിളിച്ചൊരു വാക്ക് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. സാറേ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണം, സാറിന്റെ അളവൊന്ന് പറഞ്ഞ ഡ്രസ്സ് എടുക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ കടന്ന ഒരാള് പൊന്തി വന്ന സ്റ്റേജ്. പിന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇവരൊക്കെ നന്നായി പരിചയം. എന്തായാലും ഈ മനുഷ്യൻ കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. 6 മാസം മുന്നേ ഇയാളുടെ കിഡ്നി വീക്കായി. അത്രയും കാലം കുടിച്ച കള്ള് വീണ്ടും പണി തന്നു. 50 ലക്ഷം രൂപ വേണം സാറേ എന്ന് പറഞ്ഞ. 50 ലക്ഷം രൂപ ഈ സാധനം മാറ്റിവെക്കാൻ. പരീക്ഷണത്തിന്റെ തലങ്ങൾ ആലോചിച്ച് നോക്കി. 50 ലക്ഷം രൂപ. സന്തോഷമുള്ള വാക്കെന്താ പറയാ, ഒരു 27 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട് സാറേ. ഇവിടെ ആലോചിച്ച് നോക്കി നിങ്ങള്, 27 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട് സാറേ, ബാക്കിയാണ് വേണ്ടത്. അത് കിഡ്നി ചെറിയ പൈസക്ക് കൊടുക്കുന്ന ആളുകൾ കിട്ടിക്കഴിഞ്ഞാല് ചിലപ്പോ ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടാക്കി അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളൂ. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ 27 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ട് സാറേ എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി വേണം. ഇതിലൊന്നും കളവില്ല, ഉള്ള സ്റ്റോറിയാണ്, റിയൽ ലൈഫ് സ്റ്റോറിയാണ്. 10ാം ക്ലാസ് മാത്രം പഠിച്ച ആയിഷക്ക് ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നോളജ് ഉള്ള, ഇതിനേക്കാൾ നല്ല സാമൂഹിക അന്തരീക്ഷത്തിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റൂല? പറ്റണം, പറ്റും, ഉറപ്പായിട്ടും പറ്റും. അപ്പൊ ആയിഷന്റെ കഥയുടെ സ്റ്റോറി അവിടെ നിന്ന് നിൽക്കുന്നില്ല, തുടർന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇയാളെ കിഡ്നി ഇപ്പൊ മാറ്റി വെച്ചു, കടത്തത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. ഓക്കെയാണ്, ഇപ്പൊ എല്ലാം പ്രശ്നമാണ്. സാമ്പത്തിക ചെറിയ ചെറിയ ബുദ്ധിമുട്ടുള്ള 4-5 ലക്ഷം രൂപയുടെ കടക്കെ ഉള്ളൂ. മൊത്തം പരിപാടി കിഡ്നി മാറ്റി വെച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പൈസ ഉണ്ടായപ്പോ എന്തൊക്കെ സംഭവിച്ചു? ലൈഫ് സക്സസ് ആയി, നന്നായി, ഹസ്ബൻഡ് നന്നായി, സമൂഹം നന്നായി. പിന്നെയും വീണ്ടും ദൈവം പടച്ചോൻ പരീക്ഷണം വീണ്ടും കൊണ്ടിട്ടു. അവിടെയും ആയിഷ വിജയിച്ചു. അപ്പൊ ഇത്തരം സാഹചര്യം ആർക്കും വരാതിരിക്കട്ടെ. പക്ഷെ ഇത്ര വലിയ പ്രതിസന്ധി നമുക്ക് വരാനില്ല. അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്കല്ലേ ഇതൊക്കെ? ആണോ? അല്ലേ? ഇപ്പോഴുള്ള പ്രതിസന്ധി ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ജോലി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നല്ല നല്ല ട്രെയിനിങ് ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഒരു ഓഫീസിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ഓഫീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കണം. അപ്പൊ ഫസ്റ്റ് ജോലി എന്നുള്ള ആ ഒരു സാധനം നമ്മളെ മൈൻഡിനകത്ത് സെറ്റ് ആയിരിക്കണം. അത് നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുട്ടപ്പനായിട്ട് സെറ്റായിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു ഫസ്റ്റ് ഡേ മനസ്സിൽ സ്വപ്നം കാണാം. സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്യാം, കോഴ്സ് ഗംഭീരമായിട്ട് പൂർത്തിയാക്കാം. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എന്റെ ട്രെയിനിങ് തന്നെ ഉണ്ടാവും. കാരണം നിങ്ങളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആയില്ലേ? ഇപ്പൊ എന്ത് തോന്നുന്നു? ആയിഷന്റെ കഥ കേട്ടിട്ട് എന്താ തോന്നുന്നു? ആയിഷ നല്ല ആളാണോ? ഞാൻ നല്ല ആളാണോ? എന്റെ വൈഫ് നല്ല ആളാണോ? എവിടെയാണ് എന്താ പടച്ചോനാണോ ഇതിലെ വലിയ കളിക്കാരൻ? എന്താ ഇതിനെ കുറിച്ച് ഈ സ്റ്റോറിയെ പറ്റി? സ്റ്റോറി അല്ല, അടുത്ത റിയൽ സ്റ്റോറിയാണ്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് നമുക്ക് ആയിഷന്റെ തന്നെ ഒരു ബുക്കായിട്ട് ഇറങ്ങുന്നുണ്ട്. ഞാനൊരു ബുക്ക് ചെയ്തിട്ടുണ്ട് സാറേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഞാൻ ആയിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഞാനുണ്ടാവും ഒരു കഥാപാത്രമായിട്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആയിഷയുടെ കഥ കേട്ടിട്ട്? ആയിഷയുടെ എത്ര പ്രശ്നങ്ങൾക്ക് ഉണ്ടോ പറയും. നമ്മൾ 1 മണിക്കൂറൊക്കെ സെഷനാണ്, കുറച്ചുകൂടി സമയം ഞാൻ അധികം എടുക്കണം. എന്ത് ആയിഷ തോന്നുന്നു? പഠിക്കാനെടുത്ത തീരുമാനം വളരെ നന്നായി. ആയിഷ എടുത്ത തീരുമാനം എപ്പോ എടുത്ത തീരുമാനം? പൈസ ഇല്ലാത്തപ്പോഴും ആയിഷ എടുത്ത തീരുമാനം. അതായത് കിട്ടും, ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ ഞാനായാലും ആ ഒരു അവസ്ഥയിലൊക്കെ തന്നെയാണ്. ഒരുപാട് കടങ്ങളുണ്ട്, വീട് വരെ വിറ്റിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് നമ്മള് എന്തെങ്കിലും ചെയ്യണം, ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നത്. ഉള്ളപ്പോ നമ്മളൊന്നും ചിന്തിക്കില്ല. സ്റ്റക്ക് ആവുമ്പോഴാണ് ചിന്തിക്കുക. അപ്പം ഇനിയുള്ള ഒരു കാലഘട്ടം ജോലി ഉറപ്പായിട്ടും വേണം. നിങ്ങൾക്ക് തോന്നില്ലേ ആയിഷക്ക് ഇത് പറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും തോന്നില്ലേ? ഇനി ഇതിന്റെ ഒരു ചടങ്ങാണ്. ഇനി ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഓരോ വർക്കിനകത്തും ഞങ്ങൾ ഓരോ സാധനങ്ങൾ മനസ്സിൽ കാണുന്നുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ വീഡിയോയിൽ വന്ന് പ്രസന്റ് ചെയ്യണം എന്ന് പറയുമ്പോഴും, അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ടോപ്പിക് ഇല്ലാത്തൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. എനിക്ക് എന്തുകൊണ്ട് ജോലി വേണം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചോളി. അല്ലല്ല, എന്നൊരു ടോപ്പിക് ഇല്ലാത്തൊരു കുഴപ്പമില്ല, പ്രശ്നമില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഇന്നിപ്പം ഞാൻ അധികം സമയം എടുക്കുന്നില്ല. ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ സ്ഥലം എത്ര, ബാക്ക്ഗ്രൗണ്ട് എന്ത് എന്നുള്ള ഒന്നും മാറ്റർ അല്ല. നിങ്ങൾ എവിടെ നിൽക്കുന്നു, എവിടെ നിന്ന് സംസാരിക്കുന്നു എന്നുള്ളതൊന്നും എന്തല്ല ഒരു വിഷയമല്ല. ബാക്ക്ഗ്രൗണ്ട് എത്ര മോശമാണ്, സാഹചര്യം എത്ര മോശമാണ്, വീടിന്റെ സാഹചര്യം എത്ര മോശമാണ്, ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ നിർബന്ധമായിട്ടും 1 മിനിറ്റിൽ കുറയാത്ത രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നാളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു സെഷൻ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ലൈഫിനകത്ത് കരിയർ, ഇന്നത്തെ ഒരു സെഷന്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ, എന്തിന് നമുക്ക് ജോലി. അത് ഞാൻ പറഞ്ഞു, എന്റെ കഥ ഞാൻ പറഞ്ഞു, ആയിഷയുടെ സ്റ്റോറി പറഞ്ഞു, എന്റെ വൈഫിന്റെ കഥകൾ കുറച്ചുകൂടി പറയാനുണ്ട്. ഇതെല്ലാം പറഞ്ഞു. ഇവർക്കൊക്കെ ജോലി ആവശ്യമാണെങ്കിൽ, ഇവരെല്ലാവരും ലൈഫിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ വരുമാനം ഇല്ലാത്തതുകൊണ്ട് മാത്രം ആ ഒരു പെടല് നമ്മുടെ ലൈഫിനകത്ത് ഉണ്ടായിക്കൂടാ. സോ ജോബ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും പ്രസന്റ് ചെയ്യില്ലേ? സെറ്റ് അല്ലേ? ക്ലാസ് ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ കൺവിൻസ് ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ, പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? റിസില എന്തെങ്കിലും തിരിഞ്ഞോ? നീതു, ഷബീല എന്തെങ്കിലും മനസ്സിലായോ? ബൻസി എന്തെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ? ജോലി നിർബന്ധമാണെന്ന് തോന്നുന്നുണ്ടോ? കുറച്ചെങ്കിലും ഇത് ഇത്ര വലിയ പ്രോബ്ലം ഒന്നും ലൈഫിൽ ഇല്ലെങ്കിലും ഇതിന്റെ ഏതെങ്കിലും അടുത്തു കൂടെ നിങ്ങൾ പോയിണ്ടോ? അത് കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ചോദിക്കുന്ന പൈസ മുതലാകാം, അടക്കാൻ കഴിയാത്ത ഫീസ് ആകാം, ഇതൊക്കെ പ്രശ്നമാണ്. ഭർത്താവിന്റെ ചോദിക്കുമ്പോൾ നാളെ കൊടുക്കുക, അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറഞ്ഞതൊക്കെ സ്റ്റെക്കാണ്. ഇതൊക്കെ സ്റ്റെക്കാണ്. എക്സ്പെക്ട് ചെയ്യാത്ത നമ്മള് ഒരു കല്യാണത്തിന് പോകുമ്പോൾ വിചാരിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടാവും, ആ ഡ്രസ്സ് വാങ്ങാൻ കഴിയാത്തതും സ്റ്റെക്കാണ്. അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും, വേറെ എന്തെങ്കിലും ഇട്ടിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ടിന്റെ സാധനം വാങ്ങിയിട്ട്, ജ്യേഷ്ഠത്തിന്റെ സാധനം വാങ്ങിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതൊക്കെ സ്റ്റെക്കാണ്. നമ്മൾ വിചാരിച്ച സാധനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിനാൻഷ്യൽ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവണമെങ്കിൽ വി നീഡ് എ ജോബ്.
ആ ജോബിന് നമുക്ക് വേണ്ടിയിട്ടാണ് ജോലി വേണം. നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ആ ജോബിന് വേണ്ടിയുള്ള ട്രെയിനിങ് ആണ് ഞങ്ങൾ 3 മാസം കൊടുക്കുന്നത്. അപ്പൊ അതിന് ഒരു കാരണവശാലും സമയത്തിന് എന്ത് ചെയ്യരുത്, ജോയിൻ ചെയ്യാതെ. ടൈം ഈസ് ഈക്വൽ ടു മണി. എല്ലാവരും വീഡിയോയിൽ പ്രസന്റ് ചെയ്യണം. വീഡിയോയിൽ കാണാതെ നിങ്ങൾ വിചാരിച്ച ഒരു സാധനം കിട്ടാൻ വേണ്ടി പോണില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാണ്ടാവും വീഡിയോയിൽ വരാഞ്ഞാൽ. നിങ്ങൾക്ക് ഒലിച്ചു നിൽക്കാനുള്ള ഒരു ഗ്യാപ്പോ അല്ലെ? ഇത്ര പണിയുള്ളതാ. എനിക്ക് എന്ത് കാര്യങ്ങൾ ഇപ്പൊ ഞാനിപ്പോ എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഫോൺ വിളിക്കാം, ഗെയിം കളിക്കാം അല്ലെ? ഇപ്പൊ എന്റെ സ്ക്രീൻ ഒന്നും കാണില്ലല്ലോ, എനിക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇവിടെ ആവുമ്പോ നമ്മൾ ലോക്കാണ്, വീഡിയോന്റെ ഉള്ളിലാണ്, എല്ലാ കാര്യങ്ങളും കേൾക്കും. അപ്പൊ വീഡിയോയിൽ തന്നെ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യാം. അപ്പൊ ഇന്ന് ഈ ഒരു അസൈൻമെന്റ്, ഈ ടാസ്ക് എല്ലാ ആളുകളും ഗ്രൂപ്പിനകത്ത് 5 മണിക്കുള്ളിലായിട്ട് ഞാൻ എല്ലാവരും കേൾക്കും. നിങ്ങളുടെ എല്ലാവരുടെ അനുഭവങ്ങളൊക്കെ ഇനി വിശദമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നന്നായി. എന്റെ അനുഭവങ്ങൾ എങ്ങനെ, എന്റെ ജീവിതം എങ്ങനെയാണ്, എനിക്ക് ഇതിനൊന്നൊന്ന് മാറി കിട്ടണം, ഞാൻ എന്തിനാണ് ഈ കസോല് ജോയിൻ ചെയ്തത്, ഇന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി റിവ്യൂ എടുത്തോളൂ. ക്ലാസ്സിനെ പറ്റി മനസ്സിലായോ, ജീവിക്കുന്നു തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയാം. നാളെ ഒരു കഥയും കൂടി പറയും. ആത്മഹത്യയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്റ്റോറി അതുകൂടി പറയാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഞാൻ എന്റെ ടോപ്പിക്കിനിടയിലെ കൂടെ ഇട്ട് പറഞ്ഞുതരാം. എല്ലായിടത്തും വില്ലൻ സാമ്പത്തികം തന്നെയാണ്, ജോലി തന്നെയാണ്. അതിന് നമ്മൾ മറികടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ആക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്തോ ഒന്നും നോക്കണ്ട, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ലൈഫിനകത്ത് സെറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇന്നത്തെ ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ ഗ്രൂപ്പിനകത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു കോഴ്സ് ഒരിക്കലും നഷ്ടമാവില്ല. നിങ്ങളുടെ ലൈഫിനകത്ത് എടുത്തിട്ടുള്ള ഏറ്റവും മികച്ച ഒരു തീരുമാനമാണ് ഈ കോഴ്സ് എന്നുള്ളത് നിങ്ങൾ ഈ സെഷൻ ഒരു പകുതി എത്തുമ്പോൾ തന്നെ പറയും. ഫുള്ളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ട് ബോധ്യമാവുക തന്നെ ചെയ്യും. അപ്പം നാളത്തെ സെഷൻ 12 മണിക്ക് വീണ്ടും കാണാം. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം. ബൈ. താങ്ക് യു. താങ്ക് യു സർ.